നമസ്കാരം, സ്വാഗതം. നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്ന ചില വാക്കുകളുണ്ട്. ഈ സാമ്പത്തിക വളർച്ച, വികസനം, അങ്ങനെയൊക്കെ. അതെ അതെ. ചില രാജ്യങ്ങൾ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകുന്നു, ചിലർ പിന്നിലാവുന്നു. എന്താ ഇതിൻ്റെയൊക്കെ കാരണം? എങ്ങനെയാണ് ഒരു രാജ്യം പുരോഗതി നേടുന്നത്? ഇതിനെക്കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാന കാര്യങ്ങളിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. നിങ്ങളുടെ S3 ഇക്കണോമിക്സ് നോട്ടുകളെ ബേസ് ചെയ്താണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക വളർച്ച, പിന്നെ സാമ്പത്തിക വികസനം, ഇത് രണ്ടും ഒന്ന് തന്നെയാണോ അതോ വ്യത്യാസമുണ്ടോ? നല്ല ചോദ്യമാണ്. എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിനെ സ്വാധീനിക്കുന്നത്? എങ്ങനെയാണിത് അളക്കുന്നത്? ഈ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ശരി. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ചില പ്രധാന ആശയങ്ങൾ, ചില സിദ്ധാന്തങ്ങൾ, അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ വളർച്ച എന്ന് പറഞ്ഞാൽ കൂടുതലും അളവാണ്, ക്വാണ്ടിറ്റിയാണ്. അതെ. പക്ഷേ വികസനം എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒരു ക്വാളിറ്റേറ്റീവ് മാറ്റം, ജീവിത നിലവാരമൊക്കെ ചേർന്ന ഒന്നാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം, അല്ലേ? തീർച്ചയായും. അപ്പോൾ ആദ്യം തന്നെ ഈ സാമ്പത്തിക വളർച്ച, എക്കണോമിക് ഗ്രോത്ത്, അതെന്താണെന്ന് ഒന്ന് സിമ്പിളായിട്ട് പറയാമോ? പറയാം. സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ദേശീയ വരുമാനം അല്ലെങ്കിൽ ആകെ ഉൽപ്പാദനം, റിയൽ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയും. ഓക്കെ. അത് ദീർഘകാലയളവിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് കൂടുന്നതിനെയാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത് ആളോഹരി വരുമാനം, അതായത് പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നതിലാണ് നമ്മൾ കാണുന്നത്. ശരി. പ്രൊഫസർ മേയറൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് കാര്യമാണ്. അതായത് എത്ര അളവ് കൂടി, ഉൽപ്പാദനം എത്ര ശതമാനം കൂടി എന്നതിലാണിവിടെ ഫോക്കസ്. ഓക്കേ. വളർച്ച പ്രധാനമായും കണക്കുകളിലാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സാമ്പത്തിക വികസനം, ഇക്കണോമിക് ഡെവലപ്മെന്റ്, അതെങ്ങനെയാ ഇതിൽ നിന്ന് വ്യത്യാസമുള്ളത്? അത് വെറും വളർച്ച മാത്രമല്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതെ, അതാണ് അതിലെ പ്രധാന പോയിന്റ്. സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് വളർച്ചയെ ഉൾക്കൊള്ളുന്നുണ്ട്. ഗ്രോത്ത് അതിന്റെ ഭാഗമാണ്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരാശയമാണ്. വളർച്ചയോടൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം, ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, അത് മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള ഘടനാപരമായ മാറ്റങ്ങൾ കൂടി വരുമ്പോഴാണ് നമ്മൾ അതിനെ വികസനം എന്ന് സാധാരണ പറയാറ്. ഘടനാപരമായ മാറ്റങ്ങൾ? അതെ. അതായത് ആ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ, ആ സ്ട്രക്ചറിൽ തന്നെ ഒരു പുരോഗതി വരണം. ഓക്കെ. ഈ പറയുന്ന ഘടനാപരമായ മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് എന്തൊക്കെ വരും? ഉദാഹരണത്തിന് ദാരിദ്ര്യം കുറയുക, തൊഴിലില്ലായ്മ കുറയുക, പിന്നെ ഈ വരുമാനത്തിലും സ്വത്തിലുമൊക്കെയുള്ള വലിയ അസമത്വമില്ലേ, അത് കുറയണം. ശരി. കൂടുതൽ പേർക്ക് വിദ്യാഭ്യാസം കിട്ടണം, ആരോഗ്യം മെച്ചപ്പെടണം, ശുചീകരണം, പരിസ്ഥിതി സംരക്ഷണം, ഇതെല്ലാം ചേർന്നതാണ് വികസനം. പ്രൊഫസർ ടൊഡാറോ ഇതിനെ ഒരു മൾട്ടി ഡൈമെൻഷണൽ പ്രോസസ് എന്നാണ് പറഞ്ഞത്. മൾട്ടി ഡൈമെൻഷണൽ. അതെ. വളർച്ച വേണം, പക്ഷെ അതോടൊപ്പം സമൂഹത്തിലും മാറ്റം വരണം, ആളുകളുടെ മനോഭാവം മാറണം, സ്ഥാപനങ്ങൾ മെച്ചപ്പെടണം. അപ്പൊ ലക്ഷ്യം ദേശീയ വരുമാനം കൂട്ടുക എന്നത് മാത്രമല്ല, ജനങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മെച്ചപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ട് ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. അപ്പോൾ വളർച്ചയില്ലാതെ വികസനം അത്ര എളുപ്പമല്ല. പക്ഷേ വളർച്ചയുണ്ടായി എന്ന് വെച്ച് വികസനമായി എന്നും പറയാൻ പറ്റില്ല. ശരിയാണ്. അപ്പോൾ ഈ വളർച്ചയ്ക്കും വികസനത്തിനും പിന്നിൽ എന്തൊക്കെ ഘടകങ്ങളാണുള്ളത്? നിങ്ങളുടെ നോട്ടുകളിൽ സാമ്പത്തികവും അല്ലാത്തതുമായ ഘടകങ്ങൾ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. സാമ്പത്തികേതര ഘടകങ്ങൾ, അതായത് ഈ ജാതി വ്യവസ്ഥ, കുടുംബരീതികൾ, രാഷ്ട്രീയ സ്ഥിരത, ഗവൺമെന്റ് പോളിസികൾ, അതൊക്കെ സ്വാധീനിക്കും. 2. മാനവ വിഭവശേഷി, ഹ്യൂമൻ റിസോഴ്സസ്. 3. മൂലധനം, ക്യാപിറ്റൽ. 4. സാങ്കേതിക വിദ്യ, ടെക്നോളജി. ഇതൊരു ഒരു കേക്ക് ഉണ്ടാക്കുന്ന പോലെയാണ്. നല്ല ചേരുവകൾ വേണം, അതാണ് വിഭവങ്ങൾ. ശരി. അത് വെച്ച് കേക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾ വേണം, മാനവശേഷി. നല്ല പാത്രങ്ങളും ഓവനുമൊക്കെ വേണം, മൂലധനം. പിന്നെ നല്ലൊരു റെസിപ്പി, അതാണ് ടെക്നോളജി. കൊള്ളാം, നല്ല ഉദാഹരണം. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് ഈ വളർച്ചയെയും വികസനത്തെയും സ്വാധീനിക്കുന്നത് എന്ന് ചുരുക്കത്തിലൊന്ന് പറയാമോ? പറയാം. പ്രകൃതി വിഭവങ്ങൾ, ഇപ്പോ ഒരു രാജ്യത്ത് ധാരാളം എണ്ണയോ ധാതുക്കളോ നല്ല കൃഷിക്ക് പറ്റിയ മണ്ണോ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, വളർച്ചയെ സഹായിക്കും. പക്ഷേ വിഭവം മാത്രം പോരല്ലോ.
അത് ഉപയോഗിക്കാനുള്ള അറിവും ടെക്നോളജിയും വേണം. ജപ്പാന്റെ കാര്യം നോക്കൂ, അവിടെ വിഭവങ്ങൾ കുറവാണ്, പക്ഷെ അവരെ മാനവശേഷിയും ടെക്നോളജിയും വെച്ചാണ് വളർന്നത്. ശരിയാണ്. അടുത്തത് മാനവ വിഭവശേഷി, അതായത് ആളുകളുടെ കഴിവ്, വിദ്യാഭ്യാസം, ആരോഗ്യം ഒക്കെ. നല്ല വിദ്യാഭ്യാസം, ട്രെയിനിംഗ് ഒക്കെ കിട്ടിയ തൊഴിലാളികൾക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. തീർച്ചയായും. എന്നാൽ നിരക്ഷരത, മോശം ആരോഗ്യം ഇതൊക്കെ വളർച്ചയെ പതുക്കെയാക്കും. മൂന്നാമത്തേത് മൂലധന രൂപീകരണം, ക്യാപിറ്റൽ ഫോർമേഷൻ. അതെന്താണ്? അതായത് കൂടുതൽ ഫാക്ടറികള്, മെഷീനുകള്, റോഡുകള്, പാലങ്ങള് ഇങ്ങനെയുള്ള ഭൗതിക മൂലധനം കൂട്ടുന്നത്. ഇതിന് നിക്ഷേപം വേണം. നിക്ഷേപം? അതെ, ഇൻവെസ്റ്റ്മെന്റ്. നിക്ഷേപം വരുന്നത് സമ്പാദ്യത്തിൽ നിന്നാണ്, സേവിങ്സിൽ നിന്ന്. അപ്പോൾ രാജ്യത്തിനകത്ത് ആവശ്യത്തിന് സമ്പാദ്യമില്ലെങ്കിൽ ചിലപ്പോൾ വിദേശ സഹായമൊക്കെ വേണ്ടിവരും. ഉപയോഗിച്ച് കൂടുതൽ ഉണ്ടാക്കാൻ സഹായിക്കും. ഈ ടെക്നോളജി മറ്റ് ഘടകങ്ങളുടെയൊക്കെ കാര്യക്ഷമത കൂട്ടും. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ശരി. അപ്പോ ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഈ പറയുന്ന വളർച്ചയുണ്ടാകുന്നത്. ഈ വളർച്ചയെ നമ്മൾ സാധാരണ എങ്ങനെയാണ് അളക്കുന്നത്? പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതാണോ പ്രധാനപ്പെട്ട അളവുകോല്? അതെ, പൊതുവെ സാമ്പത്തിക വളർച്ച അളക്കാൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂചകം അതാണ്, പെർ ക്യാപിറ്റ ഇൻകം. രാജ്യത്തിന്റെ ആകെ ദേശീയ വരുമാനത്തെ അവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ തുക. ശരി. ഇതോരോ ആളുടെയും ശരാശരി വരുമാനമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് കിട്ടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു ശരാശരി അളവ് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമില്ലേ? ഇപ്പോൾ ദേശീയ വരുമാനം കൂടുന്നു, പക്ഷെ അതിനേക്കാൾ വേഗത്തിൽ ജനസംഖ്യയും കൂടാണെങ്കിലോ? അപ്പോ ഈ പെർ ക്യാപിറ്റ ഇൻകം കൂടില്ലല്ലോ. കറക്റ്റ്, അതാണ് പോയിന്റ്. യഥാർത്ഥത്തിൽ ഒരു വളർച്ചയുണ്ടാകണമെങ്കിൽ ഈ ദേശീയ വരുമാനം കൂടുന്ന റേറ്റില്ലേ, അത് ജനസംഖ്യ കൂടുന്ന റേറ്റിനേക്കാൾ കൂടുതലായിരിക്കണം. അല്ലെങ്കിൽ ഈ ആളോഹരി വരുമാനം സ്റ്റക്കാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറയും. അപ്പോൾ ജീവിത നിലവാരം മെച്ചപ്പെടില്ല. എന്നാൽ ഈ പെർ ക്യാപിറ്റ ഇൻകം മാത്രം നോക്കിയിട്ട് ഒരു രാജ്യത്തിന്റെ മൊത്തമുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? നിങ്ങളുടെ നോട്ടിൽ ഇതിന്റെ ചില പ്രശ്നങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഈ ശരാശരി വരുമാനം കിട്ടണമെന്നില്ലല്ലോ, അല്ലേ? അതെ, വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണിത്. ഈ PCIക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. നിങ്ങൾ പറഞ്ഞത് തന്നെ, വിതരണത്തിലെ അസമത്വം, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ചിലപ്പോ ഒരു രാജ്യത്തെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം വളരെ കുറച്ച് ആളുകളുടെ കയ്യിലായിരിക്കും. അപ്പോൾ ശരാശരി കൂടുമായിരിക്കും, പക്ഷേ ഭൂരിഭാഗം പേരും പാവപ്പെട്ടവരായി തുടരും. ശരിയാണ്. രണ്ടാമത്തെ പ്രശ്നം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. അതായത് വളർച്ചയുടെ ഭാഗമായിട്ട് ഒരുപാട് മലിനീകരണമുണ്ടാവാം, പ്രകൃതി നശിക്കാം. അതൊന്നും ഈ കണക്കിൽ വരില്ല. മൂന്നാമതായി ഉൽപാദനത്തിന്റെ സ്വഭാവം. എന്തുണ്ടാക്കിയാണ് വരുമാനം കൂട്ടുന്നത് എന്നും ഇത് നോക്കുന്നില്ല. ഇപ്പോ ആയുധങ്ങളുണ്ടാക്കി വിറ്റാണ് വരുമാനം കൂടുന്നതെങ്കിൽ അത് നല്ലതാണോ? ശരിയല്ല. അതെ. അപ്പോ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI പോലെയുള്ള കുറച്ചുകൂടി വിശാലമായ സൂചകങ്ങൾ ഉപയോഗിക്കുന്നത്. അതില് വരുമാനത്തിന്റെ കൂടെ വിദ്യാഭ്യാസം, ആയുസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കും. അപ്പോ PCI ഒരു സൂചകമാണ്, പക്ഷേ ഫുൾ ചിത്രം കിട്ടില്ല. ഇനി നമുക്ക് ഈ അവികസിത സമ്പദ്വ്യവസ്ഥകളിലെ ലെസ് ഡെവലപ്ഡ് എക്കണോമീസ്, LDCs, അവരുടെ കാര്യത്തിലേക്ക് വരാം. എന്തൊക്കെയാണ് ഈ രാജ്യങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ? നോട്ടുകളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ, LDCs അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങൾ, പിന്നോക്ക രാജ്യങ്ങൾ എന്നൊക്കെ പറയും. അവർക്ക് പൊതുവായിട്ട് ചില സവിശേഷതകളുണ്ട്. നമുക്കതിനെ ഇങ്ങനെ തിരിക്കാം. ശരി. സാമ്പത്തികമായിട്ട് നോക്കിയാൽ ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ കുറഞ്ഞ പ്രതിശീർഷ വരുമാനവും അതുപോലെ വ്യാപകമായ ദാരിദ്ര്യവുമാണ്. ജനങ്ങളുടെ ജീവിത നിലവാരം പൊതുവെ താഴ്ന്നതായിരിക്കും. പിന്നെ കൃഷിയെ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു രീതി കാണാം. മിക്കവാറും ആളുകൾ പ്രൈമറി സെക്ടറിൽ, അതായത് കൃഷിയിലും മറ്റുമായിരിക്കും. വിഭവങ്ങളുടെ കാര്യത്തിൽ മൂലധനത്തിന്റെ കുറവ്, ക്യാപിറ്റൽ ഷോർട്ടേജ്, ഫാക്ടറികളും മെഷീനുകളും കുറവായിരിക്കും. റോഡ്, കറണ്ട് പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കുറവായിരിക്കും. ശരി. അതോടൊപ്പം ചിലപ്പോ പ്രകൃതി വിഭവങ്ങളുണ്ടാവും, പക്ഷെ അത് വേണ്ട പോലെ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. സാമൂഹികവും ജനസംഖ്യാപരവുമായിട്ട് ജനസംഖ്യ ഭയങ്കരമായിട്ട് കൂടുന്നൊരവസ്ഥ കാണാം. പിന്നെ ഉയർന്ന ഡിപ്പെൻഡൻസി റേഷ്യോ,
ഡിപ്പെൻഡൻസി റേഷ്യോ. അതെ, അതായത് ജോലി ചെയ്യുന്നവരെക്കാൾ അവരെ ആശ്രയിച്ചു കഴിയുന്ന കുട്ടികളും പ്രായമായവരും കൂടുതലുള്ള അവസ്ഥ. പിന്നെ തൊഴിലില്ലായ്മയും അർദ്ധതൊഴിലില്ലായ്മയും കൂടുതലായിരിക്കും. ശരി. വിദ്യാഭ്യാസം, ആരോഗ്യം ഇതിലൊക്കെ പിന്നിലായിരിക്കും. ആയുസ് കുറവായിരിക്കാം, മരണനിരക്ക് കൂടുതലായിരിക്കാം. ഓക്കെ. പിന്നെ ഘടനപരമായിട്ട് പലപ്പോഴും ഒരു ഡ്യുവലിസ്റ്റിക് ഇക്കോണമി കാണാം. ഡ്യുവലിസ്റ്റിക്. അതെ, അതായത് ഒരു ഭാഗത്ത് കുറച്ച് ആധുനിക വ്യവസായങ്ങളൊക്കെയുള്ള ഒരു ചെറിയ സെക്ടർ, മറുഭാഗത്ത് പാരമ്പര്യ രീതിയിലുള്ള പിന്നോക്കം നിൽക്കുന്ന വലിയൊരു കാർഷിക മേഖല. ഇങ്ങനെ രണ്ട് തരം സമ്പദ്വ്യവസ്ഥ ഒരുമിച്ച് കാണുന്നത്. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം എന്താ പറയാ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ മൂലധനം കുറവാണെന്നതും വരുമാനം കുറവാണെന്നതും. ഇതിനെയാണോ ദാരിദ്ര്യത്തിന്റെ ദുഷിച്ച വലയം, വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറയുന്നത്? അതെ, കറക്റ്റ്. നെർക്സി എന്ന എക്കണോമിസ്റ്റാണ് ഈ ആശയം വ്യക്തമായിട്ട് പറഞ്ഞത്. ഒരു രാജ്യം ദരിദ്രമായിരിക്കുന്നത് അത് ദരിദ്രമായതുകൊണ്ടാണ്. അതെങ്ങനെയാ? അത് രണ്ട് രീതിയിൽ പ്രവർത്തിക്കും. ഒന്ന്, സപ്ലൈ സൈഡിൽ, വിതരണത്തിന്റെ ഭാഗത്ത്. വരുമാനം കുറവാണ്, ലോ ഇൻകം. അപ്പോൾ ആളുകൾക്ക് അധികം സമ്പാദിക്കാൻ പറ്റില്ല, ലോ സേവിംഗ്. ശരി. സമ്പാദ്യം കുറവായതുകൊണ്ട് നിക്ഷേപം കുറയും, ലോ ഇൻവെസ്റ്റ്മെന്റ്. നിക്ഷേപം കുറഞ്ഞാൽ പുതിയ മെഷീനുകളോ ടെക്നോളജിയോ വരില്ല. അപ്പോൾ ഉൽപ്പാദനക്ഷമത കുറയും, ലോ പ്രൊഡക്ടിവിറ്റി. അത് വീണ്ടും വരുമാനം കുറയ്ക്കും, ലോ ഇൻകം. ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കേ. പൈസ കുറവായിരിക്കും, ലോ ഇൻകം, ലോ പർച്ചേസിംഗ് പവർ. അപ്പോൾ മാർക്കറ്റ് ചെറുതായിരിക്കും, ലോ ഡിമാൻഡ്, സ്മോൾ മാർക്കറ്റ്. ചെറിയ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സംരംഭകർക്ക് വലിയ താൽപ്പര്യം കാണില്ല, ലോ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഉൽപ്പാദനം കുറയും, ലോ പ്രൊഡക്ഷൻ. വീണ്ടും വരുമാനം കുറയും. ഈ വലയം പൊട്ടിച്ചാലേ മുന്നോട്ടു പോകാൻ പറ്റൂ. ശരി. അപ്പൊ ഈ വെല്ലുവിളികളെയും ഈ വിഷ്യസ് സർക്കിളിനെയും ഒക്കെ മറികടന്ന് എങ്ങനെയാണ് വളർച്ച നേടാൻ പറ്റുക? ഇതിനെക്കുറിച്ച് പല മോഡലുകളും തിയറികളുമൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഹാരോഡ് ഡോമർ, സോളോ, ജോൺ റോബിൻസൺ. ഈ മോഡലുകളൊക്കെ നോട്ടിൽ പറയുന്നുണ്ട്. ഇവയുടെയൊക്കെ പ്രധാന ആശയം എന്താണ്? ഈ മോഡലുകൾ ഓരോന്നും വളർച്ചയുടെ ഓരോ പ്രധാനപ്പെട്ട കാര്യത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ഓക്കെ. കെയും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. അതെ, അതായത് ഒരു രൂപയുടെ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ എത്ര രൂപയുടെ മൂലധനം വേണം എന്നുള്ള കണക്കാണത്. ഈ കെ കുറഞ്ഞിരുന്നാൽ, അതായത് കുറഞ്ഞ ക്യാപിറ്റൽ കൊണ്ട് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റിയാൽ വളർച്ച കൂടും. ശരി. സിംപിളായിട്ട് പറഞ്ഞാൽ വളർച്ചാ നിരക്ക്, ഗ്രോത്ത് റേറ്റ്, ഈസ് ഈക്വൽ ടു SK. അപ്പോ ഒരു രാജ്യത്തിന് വളരണമെങ്കിൽ ഒന്നുകിൽ കൂടുതൽ സേവ് ചെയ്യണം, എസ് കൂട്ടണം, അല്ലെങ്കിൽ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കണം, കെ കുറയ്ക്കണം. ഇത് കേൾക്കുമ്പോൾ ഈ ദരിദ്ര രാജ്യങ്ങൾക്ക് ഇതൊരു വലിയ പ്രശ്നമായിരിക്കുമല്ലോ. കാരണം അവിടെ സേവിങ്സ് കുറവായിരിക്കും, പഴയ ടെക്നോളജി കാരണം കെ കൂടുതലുമായിരിക്കും. അതെ അതെ, ഹാരോഡ് ഡോമർ മോഡൽ ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഈ കത്തിമുനയിലെ സന്തുലിതാവസ്ഥ, നൈഫ് എഡ്ജ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതെന്താ? അതായത് ഈ പറയുന്ന എസും കെയും ഒക്കെ വെച്ച് കിട്ടുന്ന വളർച്ചാ നിരക്ക് വളരെ അസ്ഥിരമാണ്. അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നാൽ പോലും ഈ ബാലൻസ് തെറ്റും, വളർച്ച താഴേക്കോ മുകളിലേക്കോ പോയി സ്ഥിരതയില്ലാതാവും. ഒരു കത്തിയുടെ മുനയിൽ ഒരു സാധനം ബാലൻസ് ചെയ്യാൻ നോക്കുന്ന പോലെയാണ്. ഓക്കെ. ഭയങ്കര അൺസ്റ്റേബിൾ ആണെന്ന്. അപ്പോൾ സോളോ മോഡൽ അത് ഇതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? റോബർട്ട് സോളോയുടെ മോഡൽ അതൊരു നിയോ ക്ലാസിക്കൽ മോഡലാണ്. അത് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത് സാങ്കേതിക വിദ്യയ്ക്കാണ്, ടെക്നോളജിക്ക്. നല്ലതാണ്. അത് തുടക്കത്തിൽ വളർച്ച കൂട്ടും. പക്ഷെ ഡിമിനിഷിംഗ് റിട്ടേൺസ് കാരണം, അതായത് ഓരോ പുതിയ യൂണിറ്റ് മൂലധനം ചേർക്കുമ്പോഴും കിട്ടുന്ന അധിക വരുമാനം കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ മൂലധനം മാത്രം കൂട്ടിയാൽ വളർച്ച ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ എത്തും, പിന്നെ കൂടില്ല. പിന്നീട് വളർച്ച കൂട്ടണമെങ്കിൽ ടെക്നോളജി തന്നെ മെച്ചപ്പെടണം, ഇന്നൊവേഷൻ വരണം. ഓക്കെ. സോളോ മോഡലിന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ക്യാച്ചപ്പ് ഗ്രോത്ത് ആണ്. അതായത് പാവപ്പെട്ട രാജ്യങ്ങൾക്ക് തുടക്കത്തിൽ കുറഞ്ഞ മൂലധനമേ ഉള്ളൂ. അപ്പോൾ അവിടെ പുതിയ നിക്ഷേപം നടത്തിയാൽ കൂടുതൽ വരുമാനം കിട്ടും. ശരി. അതുകൊണ്ട് അവർക്ക് വേഗത്തിൽ വളർന്ന് പണക്കാരായ രാജ്യങ്ങളുമായിട്ടുള്ള ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റുമെന്നാണ് സോളോ മോഡൽ പറയുന്നത്. ഇത് കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് തരുന്നുണ്ടല്ലേ. ഇനി ജോൺ റോബിൻസന്റെ മോഡല്, അതെന്തിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്? ജോൺ റോബിൻസന്റെ മോഡൽ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അത് പ്രധാനമായിട്ടും വരുമാന വിതരണവും ജനസംഖ്യാ വളർച്ചയും
എങ്ങനെ ഈ മൂലധന ശേഖരണത്തെയും വളർച്ചയും ബാധിക്കുന്നു എന്ന് നോക്കുന്നു. ഉം. പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളുടെ കാര്യത്തിൽ ഈ മോഡൽ പറയുന്നത് ലാഭമാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രധാന സോഴ്സ് എന്നാണ്. ഉം. തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലി അവർ മുഴുവൻ ചെലവാക്കും, പക്ഷേ സംരംഭകർക്ക് കിട്ടുന്ന ലാഭം അവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. ശരി. അപ്പോൾ ലാഭം കിട്ടുന്നത് വളരെ പ്രധാനമാണ്. ഇനി ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് മൂലധനം കൂടിയില്ലെങ്കിൽ ഓരോ തൊഴിലാളിക്കും കിട്ടുന്ന മൂലധനം കുറയും, ഉൽപാദനക്ഷമത കുറയും, ലാഭം കുറയും. ഇത് വളർച്ചയെ പതുക്കെയാക്കും. ഓക്കെ. നല്ല പ്ലാനിംഗ് വേണമെന്നാണ് റോബിൻസൺ പറയുന്നത്. ശരി. അപ്പോ ഈ മോഡലുകൾ വളർച്ചയുടെ പല ഡ്രൈവർമാരെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ഈ വളർച്ച നേടാൻ എന്ത് തന്ത്രം ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് 2 പ്രധാന ചിന്താഗതികളുണ്ടല്ലോ. ഒന്ന് സന്തുലിത വളർച്ച, ബാലൻസ്ഡ് ഗ്രോത്ത്. മറ്റേത് അസന്തുലിത വളർച്ച, അൺബാലൻസ്ഡ് ഗ്രോത്ത്. പേര് കേൾക്കുമ്പോൾ ഒന്ന് എല്ലാത്തിനെയും ഒരുപോലെ കൊണ്ടുപോവാനും മറ്റേത് ചിലതിന് പ്രാധാന്യം കൊടുക്കാനുമാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ഏകദേശം അതാണ് ആശയം. സന്തുലിത വളർച്ചാ സിദ്ധാന്തം, ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി. നെർക്സെ, റോസൻസ്റ്റീൻ, റോഡൻ തുടങ്ങിയവരാണ് ഇത് പ്രധാനമായിട്ടും പറഞ്ഞത്. ഇവരുടെ വാദം ഒരു സമ്പദ്വ്യവസ്ഥയുടെ എല്ലാ പ്രധാന സെക്ടറുകളിലും കൃഷി, വ്യവസായം, സേവന മേഖല എല്ലാത്തിലും ഒരേ സമയം ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ്. എന്തിനാണത്? കാരണം ഇപ്പോ വ്യവസായം വളർന്നാൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് വരുമാനം കൂടും, അവര് കൃഷി ഉൽപ്പന്നങ്ങൾ വാങ്ങും, അപ്പൊ കൃഷിക്ക് ഡിമാൻഡ് കൂടും. ശരി. അതുപോലെ കൃഷി വളർന്നാൽ വ്യവസായ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുണ്ടാകും, അപ്പോ ഒരു മേഖലയുടെ വളർച്ച മറ്റേതിന് ഡിമാൻഡ് ഉണ്ടാക്കും. ഇങ്ങനെ എല്ലാ മേഖലകളും പരസ്പരം സപ്പോർട്ട് ചെയ്ത് വളരും. നർസ് പറഞ്ഞത് ആ വിഷ്യസ് സർക്കിൾ ഓഫ് പോവേർട്ടി ഇല്ലേ, ഡിമാൻഡ് സൈഡിലുള്ളത്, അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് വലുതാകണം. അതിന് പല വ്യവസായങ്ങളും ഒരുമിച്ച് തുടങ്ങണം. ഓക്കെ. റോസൻസ്റ്റീൻ, റോഡൻ ഇതിനെ ബിഗ് പുഷ് എന്ന് വിളിച്ചു. ചെറിയ തള്ളലുകൾ പോരാ, ഒറ്റയടിക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എല്ലാ പ്രധാന മേഖലയിലും നടത്തിയാലേ രക്ഷയുള്ളൂ എന്നാണ് വാദം. പക്ഷേ ഒരു സംശയം. ഈ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് എല്ലാ മേഖലയിലും ഒരേ സമയം ഇത്രയും വലിയ തുക മുടക്കാൻ പറ്റുമോ? റിസോഴ്സസ് അത്രയും വേണ്ടേ? എക്സാക്ട്ലി, അതാണ് താങ്കൾ പറഞ്ഞ പോയിന്റ്. ആ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടിൽ നിന്നാണ് അസന്തുലിത വളർച്ചാ സിദ്ധാന്തം, അൺബാലൻസ്ഡ് ഗ്രോത്ത് വരുന്നത്. എർഷ്മാൻ, സിംഗർ തുടങ്ങിയവരാണ് ഇതിന്റെ പ്രധാന ആളുകൾ. അവര് പറയുന്നത് വിഭവങ്ങൾ കുറവായതുകൊണ്ട് എല്ലാത്തിലും ഒരുമിച്ച് പൈസ മുടക്കുന്നതിനു പകരം തന്ത്രപ്രധാനമായ ചില മേഖലകളിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള മറ്റു വ്യവസായങ്ങളെ മുന്നോട്ട് വലിക്കാൻ കഴിവുള്ള ചില ലീഡിംഗ് സെക്ടറുകളിൽ ഇൻവെസ്റ്റ്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഹിർഷ്മാൻ പറഞ്ഞൊരു രസകരമായ കാര്യം, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മനഃപൂർവ്വമുണ്ടാക്കുന്ന അസന്തുലിതാവസ്ഥകളുടെ ഒരു ചെയിനാണ് എന്നാണ്. അതെങ്ങനെ? അതായത് ഇപ്പൊ നമ്മൾ റോഡ്, കറന്റ് പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ (SOC) കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് നേരിട്ട് ലാഭമുണ്ടാക്കുന്ന വ്യവസായങ്ങൾക്ക് ഡയറക്റ്റ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് (DPA) തുടങ്ങാനും വളരാനും എളുപ്പമാകും. ശരി. റോഡും പവറും ഒക്കെ വേണമെന്ന് തോന്നും. അപ്പോ SOCക്ക് വേണ്ടിയുള്ള ഡിമാൻഡ് കൂടും. ഇങ്ങനെ ഒരൊറ്റ സെക്ടറിൽ ശ്രദ്ധിക്കുമ്പോൾ അത് മറ്റ് സെക്ടറുകളിൽ ഒരു പ്രഷർ ഉണ്ടാക്കും, അവയും വളരാൻ തുടങ്ങും. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് തുടങ്ങിയാൽ മതി, അത് മറ്റുള്ളവയെ വലിച്ചോളുമെന്നാണോ? ഏകദേശം. പക്ഷെ എവിടെ തുടങ്ങണം എന്നതിന് അവർ ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലിങ്കേജുകളുള്ള പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ലിങ്കേജുകൾ? അതായത് പിന്നിലേക്കും ബാക്ക്വേർഡ് ലിങ്കേജസ്, ആ വ്യവസായത്തിനു വേണ്ട അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കുന്ന മറ്റു വ്യവസായങ്ങൾ. മുന്നിലേക്കും ഫോർവേഡ് ലിങ്കേജസ്, ആ വ്യവസായത്തിന്റെ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന മറ്റു വ്യവസായങ്ങൾ. ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ളവ. സ്റ്റീൽ പ്ലാന്റ് ഒരു ഉദാഹരണമാണ്. അതിന് പിന്നിലേക്ക് കൽക്കരി, ഇരുമ്പയിര് വ്യവസായങ്ങളുമായി ബന്ധമുണ്ട്. മുന്നോട്ട് എഞ്ചിനീയറിംഗ്, വാഹന വ്യവസായങ്ങളുമായി ബന്ധമുണ്ട്. അങ്ങനെയുള്ളവയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ ഗുണം പല മേഖലകളിലേക്കെത്തും. ശരി ശരി. അപ്പോൾ സന്തുലിത വളർച്ച എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നു. അസന്തുലിത വളർച്ച ചിലരെ ലീഡ് ചെയ്യാൻ വിട്ട് അവര് മറ്റുള്ളവരെ പിന്നാലെ വലിക്കും എന്ന് കരുതുന്നു. രണ്ടിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. വളർച്ചയും വികസനവും തമ്മിലുള്ള വ്യത്യാസം, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, എങ്ങനെ അളക്കാം,
LDCകളുടെ പ്രശ്നങ്ങൾ, പിന്നെ വളർച്ചാ സിദ്ധാന്തങ്ങൾ, തന്ത്രങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക്, ഈ കേൾക്കുന്നവർക്ക്, എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ ഫോർ യു? ഇത് എന്താ പറയുക, നമ്മൾ ചുറ്റും കാണുന്ന ലോകത്തെ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കും. ഇപ്പോൾ ഗവൺമെൻറ് ഒരു പുതിയ പോളിസി കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ലോകബാങ്ക് ഒരു റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ, അതിൻ്റെയൊക്കെ പിന്നിലുള്ള ചില ആശയങ്ങൾ ഇവയൊക്കെ ആവാം. പ്രാധാന്യം കൊടുക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് വെറുതെ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് മാത്രമല്ല, നമ്മുടെ ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു ടൂള് കൂടിയാണ്. തീർച്ചയായും. നമ്മൾ ഈ GDP കണക്കുകൾക്കപ്പുറം വികസനത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളൊരു പോയിന്റിലേക്കും വന്നല്ലോ. അതെ, അത് ശരിക്കും നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഈ പെർ ക്യാപിറ്റ ഇൻകം പോലുള്ള കണക്കുകൾക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. വികസനം എന്ന് പറയുന്നത് ജീവിത നിലവാരം, ക്ഷേമം, ഇതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. വെറും സാമ്പത്തിക ഉൽപ്പാദനം കൂട്ടുന്നതിനപ്പുറത്തേക്ക് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ സമൂഹത്തിൽ എല്ലാവർക്കും നീതി കിട്ടുന്ന രീതിയിൽ ആളുകളുടെ സന്തോഷം കൂടി കണക്കിലെടുത്ത് ഒരു രാജ്യത്തിന്റെ പുരോഗതിയെ നമുക്ക് എങ്ങനെ ശരിയായി അളക്കാൻ പറ്റും? അതൊരു വലിയ ചോദ്യമാണ്. അതെ, ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ നല്ലൊരു പോയിന്റാണ്. ഈ ആഴത്തിലുള്ള വിശകലനം, സാമ്പത്തിക വളർച്ച, വികസനം, ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ കൂട്ടാൻ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ. പിന്നെ നമ്മുടെ രാജ്യത്തെയും പ്രത്യേകിച്ച് കേരളത്തിലെയും മനുഷ്യവിഭവശേഷിയുടെ കാര്യം. അതുപോലെ ജനസംഖ്യാ നയങ്ങൾ, പിന്നെ പരിസ്ഥിതിയും വികസനവും തമ്മിലുള്ള ബന്ധം, അതും നോക്കണം. ഇതിലെ കുറച്ച് സങ്കീർണമായ വിവരങ്ങളുണ്ട്. അതിൽ നിന്ന് കാതലായ കാര്യങ്ങൾ വേർതിരിച്ചെടുത്ത് നിങ്ങൾക്കൊരു വ്യക്തമായ ചിത്രം തരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ തുടങ്ങാമല്ലേ? ഈ രേഖകളിലെ ശ്രദ്ധേയമായ കണ്ടെത്തലുകളിലേക്ക് കടക്കാം. നമുക്കാദ്യം കൊളോണിയലിസത്തിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഈ കൊളോണിയലിസം? ലളിതമായി പറഞ്ഞാൽ, ഒരു രാജ്യം മറ്റൊന്നിനെ അടക്കി ഭരിക്കുക, എന്നിട്ട് ഭരിക്കുന്നവരുടെ ലാഭത്തിനു വേണ്ടി മാത്രം ഭരിക്കപ്പെടുന്ന നാടിന്റെ നയങ്ങളെല്ലാം തീരുമാനിക്കുക. അതാണല്ലോ. ഏകദേശം 1858 മുതൽ 1947 വരെ ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ചപ്പോ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അവർക്കെങ്ങനെ അവർക്ക് മാത്രം ഗുണമുള്ള ഒന്നാക്കി മാറ്റാൻ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഈ ചൂഷണത്തിന്റെ രീതികളൊന്ന് വിശദമായി നോക്കിയാലോ? തീർച്ചയായും. ബ്രിട്ടീഷുകാർ വന്നതോടെ ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ല് ഏതാണ്ട് ഒടിഞ്ഞെന്നൊക്കെ പറയാം. അവരുടെ ലക്ഷ്യം വളരെ ക്ലിയറായിരുന്നു. ഇന്ത്യയെ അവരുടെ ഫാക്ടറികൾക്ക് അസംസ്കൃത വസ്തുക്കൾ തരുന്നവരിടം, പിന്നെ അവരുടെ സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു വലിയ മാർക്കറ്റ്. അത്രയുള്ളൂ. ഇതിനുവേണ്ടി അവർ പല തന്ത്രങ്ങളും ഉപയോഗിച്ചു. പ്രധാനമായിട്ടും ഒരു 5 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഇന്ത്യയുടെ സ്വന്തം വ്യവസായങ്ങളെ, പ്രത്യേകിച്ച് കരകൗശല മേഖലയെ അവർ തകർത്തു. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് ഇംഗ്ലണ്ടിൽ അന്ന് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുകയാണ്, വ്യാവസായിക വിപ്ലവം. അവിടെ മെഷീനുകൾ വെച്ച് കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. 1813 ചാർട്ടർ ആക്ട് വന്നതോടെ ബ്രിട്ടനിൽ ഉണ്ടാക്കിയ വില കുറഞ്ഞ സാധനങ്ങൾ ഒരു തടസ്സവുമില്ലാതെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു. നമ്മുടെ കൈത്തൊഴിലുകാർ, പാവങ്ങൾ, അവർക്ക് ഈ മെഷീൻ സാധനങ്ങളോട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവരെ വളരെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാൻ നിർബന്ധിതരാക്കി. പോരാത്തതിന് ബ്രിട്ടീഷ് കച്ചവടക്കാർക്ക് ഇന്ത്യക്കകത്ത് ടാക്സൊന്നുമില്ലാതെ കച്ചവടം ചെയ്യാം. ഓഹോ, അപ്പോ ഒരുപാട് പേർക്ക് ജോലി പോയി കാണുമല്ലോ. തീർച്ചയായും. വലിയ തോതിലുള്ള തൊഴിലില്ലായ്മയാണ് അതുണ്ടാക്കിയത്. കരകൗശല പണിക്കാർക്ക് വേറെ വഴിയില്ലാതെ കൃഷിയിലേക്ക് തിരിയേണ്ടി വന്നു. ഇതിനെയാണ് ചരിത്രകാരന്മാർ ഇന്ത്യയുടെ ക്രമാനുഗതമായ ഗ്രാമീണവൽക്കരണം, അതായത് പ്രോഗ്രസീവ് റൂറലൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. വ്യവസായം നശിച്ച് കൂടുതൽ ആളുകൾ കൃഷി മാത്രം ആശ്രയിക്കുന്നൊരവസ്ഥ. കൃഷിയിലായിരുന്നോ പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്? അവിടെയും ചൂഷണം തന്നെയായിരുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഭൂവുടമ സമ്പ്രദായങ്ങളിലൂടെയുള്ള ചൂഷണം. ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രധാന നോട്ടം ഭൂമിയിൽ നിന്ന് മാക്സിമം ടാക്സ് പിരിക്കുക എന്നതായിരുന്നു. ഇതിനായിട്ടവർ സമീന്ദാരി, റയത്വാരി എന്നൊക്കെ പറയുന്ന പുതിയ നികുതി സിസ്റ്റം കൊണ്ടുവന്നു. ഈ സമീന്ദാരി അതെന്തായിരുന്നു? സമീന്ദാരി എന്നുവെച്ചാൽ ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാനുള്ള അവകാശം ചില ജന്മിമാർക്ക് ലേലം ചെയ്തു കൊടുക്കും. ഈ ജന്മിമാർ പലപ്പോഴും ഗ്രാമത്തിലൊന്നും താമസിക്കുന്നവരായിരിക്കില്ല. പക്ഷെ കർഷകരുടെ മേൽ അവർക്ക് വലിയ അധികാരമായി. അവർ പാവം കർഷകരെ പിഴിഞ്ഞ് നികുതിയെടുത്തു. അപ്പോൾ കർഷകർക്ക് ഗവൺമെന്റിൽ നിന്നും സമീന്ദാരിൽ നിന്നും പിന്നെ പലിശയ്ക്ക് പണം കൊടുക്കുന്നവരിൽ നിന്നുമൊക്കെ
വല്ലാത്ത ഭാരം. ഹോ. കൃഷി ഒരു നഷ്ടക്കച്ചവടമായി. ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം തന്നെ കൃഷിയായി മാറി. അപ്പോ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന രീതി മാറിയോ എന്ന്? അതെ, അതാണ് മൂന്നാമത്തെ പ്രധാന മാറ്റം. കൃഷിയുടെ വാണിജ്യവൽക്കരണം. ഇത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് കൂടുതൽ കാണുന്നത്. ബ്രിട്ടനിലെ മില്ലുകൾക്കാവശ്യമായ പരുത്തി, ചണം, കരിമ്പ്, നീലം ഇതുപോലുള്ള സാധനങ്ങൾ കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു, പ്രോത്സാഹിപ്പിച്ചു. ഓക്കേ. കാരണം ഈ നാണ്യവിളകൾക്ക് അന്ന് നല്ല വില കിട്ടുമായിരുന്നു. പക്ഷെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം കുറയാൻ കാരണമായി. ആ, ശരിയാണ്. കഴിക്കാനുള്ള സാധനം ഉണ്ടാക്കുന്നത് കുറഞ്ഞുപോയി. അതെ, അരിയും ഗോതമ്പും ഒന്നും ഉണ്ടാക്കാൻ ആളില്ലാതായി. ഇതാണ് പിന്നീട് രാജ്യത്ത് ഇടയ്ക്കിടെ വലിയ ക്ഷാമങ്ങൾ വരാൻ ഒരു പ്രധാന കാരണം. കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീകരത തോന്നുന്നുണ്ട്. ഈ സാമ്പത്തിക ചോർച്ച അഥവാ ഇക്കണോമിക് ഡ്രെയിൻ എന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ്? അതാണോ നാലാമത്തെ പോയിന്റ്? അതെ, നാലാമത്തെ പോയിന്റ് അതാണ്. ഇന്ത്യയിലുണ്ടാക്കുന്ന സമ്പത്ത്, അതിന്റെ ഒരു വലിയ പങ്ക് ഇന്ത്യക്കാർക്ക് ഒരു പ്രയോജനവുമില്ലാതെ പല വഴികളിലൂടെ ബ്രിട്ടനിലേക്ക് പോയി. ഇതിനെയാണ് സാമ്പത്തിക ചോർച്ച എന്നു പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഈ പണം പോയത്? പ്രധാനമായിട്ടും ഇവിടെ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഭീമമായ ശമ്പളം, അവരുടെ പെൻഷൻ, പിന്നെ ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടി ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത പണത്തിന്റെ പലിശ, അതുപോലെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന്റെ ലാഭം, ഇതെല്ലാം ഇവിടുന്ന് പണമായിട്ട് അങ്ങോട്ട് പോയി. ഇതിന്റെ പ്രത്യാഘാതം എന്തായിരുന്നു? ഏറ്റവും വലിയ പ്രത്യാഘാതം ഇന്ത്യയിൽ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനും വളരാനും ആവശ്യമായ പണം, അതായത് മൂലധനം, ഇല്ലാതായി എന്നതാണ്. അതേസമയം ഈ പണം ബ്രിട്ടന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സഹായമായി. അന്നത്തെ ദേശീയ നേതാക്കൾ കണക്കാക്കിയത് ഇന്ത്യയുടെ മൊത്തം വരുമാനത്തിന്റെ ഏതാണ്ട് പകുതിയോളം, അല്ലെങ്കിൽ രാജ്യത്തിന്റെ മൊത്തം സേവിങ്സിന്റെ 1/3, അതായത് ഏകദേശം ദേശീയ വരുമാനത്തിന്റെ 8% ഇങ്ങനെ ചോർന്നുപോയി എന്നാണ്. 8%? ഹോ, അത് രാജ്യത്തിന്റെ വികസനത്തെ എത്രമാത്രം പിന്നോട്ടടിച്ചിട്ടുണ്ടാകും. അഞ്ചാമത്തെ കാര്യം കൂടി പറഞ്ഞിരുന്നല്ലോ. അത് വ്യാപാര രീതിയിലുണ്ടായ മാറ്റമാണ്. കൊളോണിയൽ ഭരണം കാരണം ഇന്ത്യയുടെ കച്ചവടത്തിന്റെ സ്വഭാവം തന്നെ മാറി. പണ്ടൊക്കെ ഇന്ത്യ ലോകത്തിന്റെ പല ഭാഗത്തേക്കും നല്ല തുണിത്തരങ്ങളും കരകൗശല വസ്തുക്കളുമൊക്കെ കയറ്റി അയച്ചിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നതോടെ ഇന്ത്യ വെറും അസംസ്കൃത വസ്തുക്കളും, അതായത് പരുത്തി, ചണം, ധാതുക്കൾ പോലുള്ളവ, പിന്നെ ഭക്ഷ്യവസ്തുക്കളും കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി. ഓക്കേ. പകരം ബ്രിട്ടനിൽ ഉണ്ടാക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ്, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയായി. ബ്രിട്ടീഷ് കച്ചവടക്കാർക്ക് ലാഭം കിട്ടാൻ വേണ്ടി ഇന്ത്യൻ രൂപയുടെ എക്സ്ചേഞ്ച് റേറ്റ് പോലും അവർക്ക് അനുകൂലമായി നിലനിർത്തി. ഇതെല്ലാം ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1947-48 ഇന്ത്യ സാമ്പത്തികമായി ശരിക്കും തകർന്ന ഒരവസ്ഥയിലായിരുന്നു അല്ലേ? വളർച്ച തീരെയില്ല. ആളോഹരി വരുമാനം വളരെ കുറവ്. അന്ന് വെറും 225 രൂപയായിരുന്നു. ഭൂരിഭാഗം പേർക്കും എഴുത്തും വായനയും അറിയില്ല. 88% നിരക്ഷരർ. റോഡ്, കറണ്ട് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളാണെങ്കിൽ തീരെയില്ല. രാജ്യത്തെ ആകെ കറണ്ട് ഉൽപ്പാദനം 2100 മെഗാവാട്ട് മാത്രം. അതെ, വലിയ വെല്ലുവിളികളാണ് സ്വതന്ത്ര ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്നത്. ഈയൊരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ അടുത്ത വിഷയമായ മാനവ വിഭവശേഷിയെക്കുറിച്ച് സംസാരിക്കാൻ. ശരിയാണ്. അപ്പോ എന്താണ് ഈ മാനവ വിഭവശേഷി അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു രാജ്യത്തിനോ സ്ഥാപനത്തിനോ അതിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ കഴിവുകളുള്ള, ആവശ്യത്തിന് എണ്ണമുള്ള ആളുകളെ കണ്ടെത്തുക, അവരെ ശരിയായ സ്ഥാനത്ത് ഉപയോഗിക്കുക. അതാണ് മാനവ വിഭവശേഷി ആസൂത്രണം, മാൻ പവർ പ്ലാനിംഗ്. ഇതിന് സാമ്പത്തിക വികസനത്തിൽ എന്ത് പങ്കാണുള്ളത്? വലിയ പങ്കുണ്ട്. നല്ല വിദ്യാഭ്യാസവും സ്കില്ലുമുള്ള ആളുകളുണ്ടെങ്കിൽ ആ രാജ്യം വേഗത്തിൽ പുരോഗമിക്കും. നേരെ മറിച്ച് വിദ്യാഭ്യാസമില്ലാത്ത, പ്രത്യേക കഴിവുകളൊന്നുമില്ലാത്ത ഒരു വലിയ ജനവിഭാഗം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഒരു തടസ്സമാവും, ഒരു ഭാരമാവും. ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ രേഖകളിൽ അത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ വെല്ലുവിളികൾ? 1. ജനസംഖ്യയുടെ ഭീമമായ സമ്മർദ്ദം. ജനസംഖ്യ ഒരു പരിധി വിട്ടുറുടുന്നത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. 2. ആശ്രിതത്വഭാരം, അതായത് ഡിപ്പെൻഡൻസി ബേർഡൻ. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ കുട്ടികളുടെ എണ്ണം 15 വയസ്സിൽ താഴെ കൂടുതലാണ്. അതുപോലെ പ്രായമായവരും 64 വയസ്സിന് മുകളിൽ. ഇവർ സാധാരണയായി ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കുന്നില്ല, മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇത് ജോലി ചെയ്യുന്നവരുടെ മേലുള്ള ഭാരം കൂട്ടും. പിന്നെ തൊഴിലില്ലായ്മയുടെ കാര്യമോ? അതാണ് മൂന്നാമത്തെ വലിയ പ്രശ്നം.
ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ജോലി ആവശ്യമുള്ളവരുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. പക്ഷെ അത്രയും ജോലികളില്ല. ഇത് വലിയ തൊഴിലില്ലായ്മയ്ക്കും ഉള്ള ജോലിയിൽ ആവശ്യത്തിലധികം ആളുകൾ ഏർപ്പെടുന്ന അവസ്ഥയ്ക്കും അണ്ടർ എംപ്ലോയ്മെന്റിന് കാരണമാവുന്നു. ഇത് മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ താൽക്കാലികമായിട്ടുള്ള തൊഴിലില്ലായ്മയല്ല. ആവശ്യത്തിന് വ്യവസായങ്ങളും മറ്റുമില്ലാത്തതുകൊണ്ടുള്ള ഒരു ഘടനാപരമായ തൊഴിലില്ലായ്മയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. നാലാമത്തെ വെല്ലുവിളിയോ? അത് മനുഷ്യമൂലധനത്തിന്റെ കുറവാണ്. അടിസ്ഥാന വിദ്യാഭ്യാസം പോലുമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ലോകത്തെ മനസ്സിലാക്കാനും വിദ്യാഭ്യാസം വേണ്ടേ? 1948-ലെ 88% ഇന്ത്യക്കാരും നിരക്ഷരരായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ശരിയാണ്. അപ്പോൾ ഇത് വികസനത്തിന് എത്ര വലിയ തടസ്സമാണെന്ന് ആലോചിച്ചു നോക്കൂ. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ചില കണക്കുകൾ ഈ രേഖകളിലുണ്ട്. അത് ശ്രദ്ധേയമാണ്. സാക്ഷരതയുടെ കാര്യത്തിൽ കേരളം ഒന്നാമതാണ്, 93.91%. അത് വലിയൊരു നേട്ടം തന്നെ. അതെ. പക്ഷെ തൊഴിലില്ലായ്മയുടെ കാര്യം നോക്കൂ. 2013-14 കണക്ക് വെച്ച് രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം. 15 വയസ്സിന് മുകളിലുള്ള 1000 പേരെ എടുത്താൽ അതിൽ 118 പേർക്ക് ജോലിയില്ലായിരുന്നു. ദേശീയ ശരാശരി അന്ന് വെറും 4.9%. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമാണ്. ഇത്രയും സാക്ഷരതയുണ്ടായിട്ടും എന്തുകൊണ്ട് തൊഴിലില്ലായ്മ കൂടുന്നു എന്നത്. പിന്നെ സ്ത്രീ-പുരുഷാനുപാതം. സാധാരണ ഇന്ത്യയിൽ 1000 പുരുഷന്മാർക്ക് സ്ത്രീകളുടെ എണ്ണം കുറവാണ് കാണിക്കാറ്. കേരളം കുറച്ചുകൂടി ഭേദമാണെന്ന് പറയാറുണ്ടെങ്കിലും ഈ രേഖ പറയുന്നത് 1901 മുതൽ കേരളത്തിലും ഔദ്യോഗിക കണക്കിൽ പുരുഷന്മാരാണ് കൂടുതലെന്ന്. ഓക്കെ. ഭൂപരിഷ്കരണത്തെക്കുറിച്ചും ഒരു കാര്യം പറയുന്നുണ്ട്. ഈ സമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കിയെങ്കിലും ഒരാൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി വെക്കുന്ന നിയമം, അതായത് ലാൻഡ് സീലിംഗ്, അത് കേരളത്തിലും പശ്ചിമ ബംഗാളിലും വേണ്ടത്ര ഫലപ്രദമായില്ല എന്നു. സ്വന്തം കൃഷിക്കെന്ന് പറഞ്ഞ് ഭൂവുടമകൾക്ക് ഭൂമി തിരിച്ചെടുക്കാൻ ചില പഴുതുകളുണ്ടായിരുന്നു എന്നും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതെ, ഈ പ്രാദേശികമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരം വിവരങ്ങൾ സഹായിക്കും. ഇനി നമുക്ക് ജനസംഖ്യാ നയത്തിലേക്ക് കടക്കാം. രാജ്യത്തെ ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ പോളിസികളാണിത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആരോഗ്യരംഗത്ത് നല്ല പുരോഗതിയുണ്ടായി. മരണനിരക്ക് കുറഞ്ഞു. അപ്പോൾ ജനസംഖ്യ പെരുകുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമാകുമെന്ന് സർക്കാർ മനസ്സിലാക്കി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ജനസംഖ്യയുടെ കാര്യത്തിൽ? 2015 കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ലോകത്തെ 2ാം സ്ഥാനത്താണ് ജനസംഖ്യയിൽ. 127 കോടി ജനങ്ങൾ. ലോകത്തിന്റെ ആകെ ഭൂമിയുടെ 2.4% സ്ഥലത്താണ് നമ്മൾ ലോക ജനസംഖ്യയുടെ 17.5% പേർ താമസിക്കുന്നത്. വർഷം 1.6% വെച്ച് നമ്മുടെ ജനസംഖ്യ കൂടുകയാണ്. ഇങ്ങനെ പോയാൽ 2050 ആവുമ്പോഴേക്കും നമ്മൾ ചൈനയെ കടത്തിവെട്ടി ഒന്നാമതെത്തുമെന്നാണ് പറയുന്നത്. ജനസംഖ്യാ നിയന്ത്രണത്തിന് ഇന്ത്യ എന്നാണ് നടപടികൾ തുടങ്ങിയത്? വളരെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമായിട്ട് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം തുടങ്ങിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. 1952 ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ 1951 ഡ്രാഫ്റ്റിൽ തന്നെ ജനസംഖ്യാ നയം പ്ലാനിങ്ങിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞിരുന്നു. അന്ന് എന്ത് സമീപനമായിരുന്നു? അന്ന് പ്രധാനമായിട്ടും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഫാമിലി പ്ലാനിങ്ങിനെ കണ്ടത്. പിന്നീട് നയങ്ങളിൽ മാറ്റങ്ങൾ വന്നു. 1976 ഒരു ദേശീയ ജനസംഖ്യാ നയം NPP വന്നു. അത് അടിയന്തരാവസ്ഥയുടെ സമയത്താണ്. ജനസംഖ്യാ നിയന്ത്രണത്തിന് വലിയ ഊന്നൽ നൽകി. പാർലമെന്റിലെ സീറ്റുകൾ 1971 സെൻസസ് വെച്ച് മരവിപ്പിക്കാൻ ഭരണഘടന ഭേദഗതി ചെയ്തു. നിർബന്ധിത വന്ധ്യംകരണത്തിന് പോലും സംസ്ഥാനങ്ങൾക്ക് അനുമതി കൊടുത്തു. അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയല്ലോ അല്ലേ? അതെ, വലിയ വിവാദമായി, എതിർപ്പുകളുണ്ടായി. അതുകൊണ്ട് 1977 പുതിയ സർക്കാർ വന്നപ്പോൾ ആ നയം മാറ്റി. കുടുംബാസൂത്രണം എന്ന പേരുമാറ്റി കുടുംബക്ഷേമം, ഫാമിലി വെൽഫെയർ എന്നാക്കി. നിർബന്ധിത രീതികൾ ഒഴിവാക്കി ആളുകൾ സ്വയം തീരുമാനിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തു. അപ്പോ ഇപ്പോഴത്തെ പ്രധാന നയം ഏതാണ്? 2000 വന്ന ദേശീയ ജനസംഖ്യാ നയം NPP 2000 ആണിപ്പോഴത്തെ പ്രധാന നയം. ഇത് കുറച്ചുകൂടി വിശാലമായൊരു കാഴ്ചപ്പാടാണ് വച്ചത്. ഇതിന് 3 തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട്. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഗർഭനിരോധന മാർഗങ്ങളും ആരോഗ്യ സേവനങ്ങളും എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. പിന്നെ ഇടക്കാല ലക്ഷ്യം, 2010 ആവുമ്പോഴേക്കും
ഒരു സ്ത്രീക്ക് ശരാശരി 2.1 കുട്ടികളെന്ന നിരക്കിലേക്ക് റീപ്ലേസ്മെന്റ് ലെവൽ എത്തിക്കുക. ദീർഘകാല ലക്ഷ്യം 2045 ആകുമ്പോഴേക്കും ജനസംഖ്യ ഒരു സ്ഥിരതയുള്ള അവസ്ഥയിലേക്ക്, സ്റ്റേബിൾ പോപ്പുലേഷനിലേക്ക് എത്തിക്കുക. അത് രാജ്യത്തിന്റെ വികസനത്തിനും പരിസ്ഥിതിക്കും താങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഈ NPP 2000 വെറും ജനസംഖ്യ കുറയ്ക്കാൻ മാത്രമുള്ളതാണോ? അതോ മറ്റ് ലക്ഷ്യങ്ങളുമുണ്ടോ? അല്ലല്ല, അതല്ല അതിന്റെ പ്രത്യേകത. ജനസംഖ്യ കുറയ്ക്കുക എന്നത് മാത്രമല്ല, അതിനോടൊപ്പം കുട്ടികൾക്ക് 14 വയസ്സുവരെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കുക, സ്കൂളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞുപോകുന്നത് കുറയ്ക്കുക, ശിശുമരണനിരക്കും അമ്മമാരുടെ മരണനിരക്കും ഗണ്യമായി കുറയ്ക്കുക, പെൺകുട്ടികളുടെ വിവാഹപ്രായം കൂട്ടുക, 20 വയസ്സിന് മുകളിലാക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ആശുപത്രികളിലെ പ്രസവം കൂട്ടുക, ഫാമിലി പ്ലാനിങ്ങിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാവർക്കും കിട്ടാൻ സൗകര്യമുണ്ടാക്കുക, ജനനം, മരണം, വിവാഹം ഇതൊക്കെ കൃത്യമായി രജിസ്റ്റർ ചെയ്യുക. ഇങ്ങനെ ഒരുപാട് സാമൂഹിക ലക്ഷ്യങ്ങളും ഇതിനുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി സമഗ്രമായ ഒരു സമീപനമാണല്ലേ? അതെ, ജനസംഖ്യാ നിയന്ത്രണത്തെ ആരോഗ്യം, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം ഇതുമായൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് NPP 2000-ന്റേത്. പൊതുവായി ജനസംഖ്യ നിയന്ത്രിക്കാൻ എന്തൊക്കെ വഴികളാണ് ഈ രേഖകളിൽ പറയുന്നത്? സാമ്പത്തികവും സാമൂഹികവുമായ പല കാര്യങ്ങളും പറയുന്നുണ്ട്. സാമ്പത്തികമായി നോക്കിയാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, ആളുകളുടെ ജീവിത നിലവാരം കൂട്ടുക, കൃഷിയും വ്യവസായവും ഡെവലപ്പ് ചെയ്യുക. സാമൂഹികമായിട്ട് വിവാഹം കഴിക്കുന്ന പ്രായം കൂട്ടുക. പുരുഷന് 21-ഉം സ്ത്രീക്ക് 18-ഉമാണ് നിയമപരമായ കുറഞ്ഞ പ്രായം. ഇത് 25-ഉം 21-ഉം ആക്കണം എന്നൊക്കെ ശുപാർശയുണ്ട്. സ്വയം നിയന്ത്രിക്കുക, ഫാമിലി പ്ലാനിംഗ് മാർഗങ്ങൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, മീഡിയയിലൂടെ ബോധവൽക്കരണം നടത്തുക, സ്ത്രീകൾക്ക് കൂടുതൽ ജോലി കൊടുക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. ശരി. അപ്പോ ജനസംഖ്യയുടെ കാര്യം നമുക്ക് തൽക്കാലം അവിടെ നിർത്താം. ഇനി പരിസ്ഥിതിയിലേക്ക് വരാം. പരിസ്ഥിതിയും വികസനവും തമ്മിൽ എങ്ങനെയുള്ള ബന്ധമാണുള്ളത്? വളരെ വളരെ അടുത്ത ബന്ധമാണുള്ളത്. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി, അതായത് മണ്ണ്, വെള്ളം, വായു, മരങ്ങൾ, ജീവജാലങ്ങൾ ഇതെല്ലാമാണ് പരിസ്ഥിതി. ഏതൊരു ഡെവലപ്മെന്റിനും വളർച്ചയ്ക്കും വേണ്ട അടിസ്ഥാനപരമായ വിഭവങ്ങളും സാഹചര്യങ്ങളും തരുന്നത് ഈ പരിസ്ഥിതിയാണ്. പക്ഷേ നമ്മൾ കാണുന്നത് വികസനം പലപ്പോഴും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതാണല്ലോ. അവിടെയാണ് പ്രശ്നം. സാമ്പത്തിക വികസനം എന്ന് പറയുമ്പോൾ അത് വെറും പൈസയുടെ കണക്ക്, അതായത് ഇക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല, ആളുകളുടെ ജീവിത നിലവാരം കൂടണം. അതിൽ പരിസ്ഥിതിയുടെ ക്വാളിറ്റി കൂടുന്നതും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ സാധാരണ നമ്മൾ GDP ഒക്കെ വെച്ച് വളർച്ച അളക്കുമ്പോൾ അതിൽ നമ്മൾ എത്ര പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചു തീർത്തുവെന്നോ വികസനത്തിന്റെ ഭാഗമായി എത്ര പൊല്യൂഷൻ ഉണ്ടാക്കി എന്നോ നോക്കാറില്ല. ശരിയാണ്. ഫാക്ടറി ഉണ്ടാക്കുമ്പോൾ, റോഡ് വെട്ടുമ്പോൾ കാട് പോകുന്നു, മണ്ണൊലിച്ചു പോകുന്നു, വെള്ളവും വായുവും മലിനമാകുന്നു. ഇത് ഭൂമിയുടെ ആ ഒരു നാച്ചുറൽ സിസ്റ്റത്തെ താളം തെറ്റിക്കുന്നു. ഈ പാരിസ്ഥിതിക നാശം അവസാനം നമ്മുടെ സാമ്പത്തിക വളർച്ചയെ തന്നെ ബാധിക്കില്ലേ? തീർച്ചയായും ബാധിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ അത് വളർച്ചയ്ക്ക് തന്നെ ദോഷം ചെയ്യും. കാരണം നമ്മുടെ കൃഷിയും വ്യവസായവും ഒക്കെ നന്നായി നടക്കണമെങ്കിൽ ശുദ്ധമായ വായുവും വെള്ളവും മണ്ണും ഒക്കെ വേണം. ഈ പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ഈ തലമുറയ്ക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതല്ല, അത് വരും തലമുറകൾക്കും അവകാശപ്പെട്ടതാണ്. നമ്മൾ ഇന്നത്തെ ലാഭത്തിനു വേണ്ടി ഇതെല്ലാം നശിപ്പിച്ചാൽ ഭാവി തലമുറയുടെ കാര്യമെന്താവും? ഈ ചിന്തയിൽ നിന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ആശയം വരുന്നത്. എന്താണ് ഈ സുസ്ഥിര വികസനം എന്ന് ഒന്നുകൂടി വ്യക്തമാക്കാമോ? 1987-ലെ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഈ വാക്ക് പോപ്പുലറായത്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഭാവി തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ ഒരു കുറവും വരുത്താതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനം. അതായത് വികസനം വേണം, പക്ഷേ അത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാവരുത്. തലമുറകൾ തമ്മിൽ ഒരു നീതി വേണം. ഓക്കേ. പുനരുപയോഗിക്കാൻ പറ്റുന്ന വിഭവങ്ങൾ, അതായത് കാറ്റ്, സൂര്യപ്രകാശം, വെള്ളം, മരമൊക്കെ, അത് വീണ്ടും ഉണ്ടായി വരുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മൾ ഉപയോഗിച്ചു തീർക്കാൻ പാടില്ല. പുനരുപയോഗിക്കാൻ പറ്റാത്തവ, കൽക്കരി, പെട്രോളിയം, ധാതുക്കൾ, അതൊക്കെ പാഴാക്കാതെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. മലിനീകരണം പരമാവധി ഒഴിവാക്കണം. ഇതാണതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് ഈ രേഖകളിൽ എന്താണ് പറയുന്നത്? ഇന്ത്യയും ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. വ്യവസായവൽക്കരണം രാജ്യത്തിന് സാമ്പത്തികമായി ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ വായു, വെള്ളം, മണ്ണ്, ശബ്ദം ഇതിൻ്റെയൊക്കെ മലിനീകരണം കൂടിയിട്ടുണ്ട്.
ജനസംഖ്യ കൂടുന്നത്, ദാരിദ്ര്യം, നഗരങ്ങൾ വലുതാവുന്നത്, വ്യവസായങ്ങൾ ഇതെല്ലാം പരിസ്ഥിതിക്ക് മേൽ വലിയ പ്രഷറുണ്ടാക്കുന്നുണ്ട്. ആ കൃഷിയുമായി ബന്ധപ്പെട്ട് രാസവളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം വെള്ളം മലിനമാവുന്നതും ഫാക്ടറികളിൽ നിന്നും വണ്ടികളിൽ നിന്നുമുള്ള പുക കാരണം വായു മലിനമാവുന്നതും ഒക്കെ ഈ രേഖകളിൽ എടുത്തു പറയുന്നുണ്ട്. ഈ രേഖകളിൽ പൊതുസ്വത്ത്, പബ്ലിക് ഗുഡ്, പൊതു ഉടമസ്ഥതയിലുള്ള വിഭവങ്ങൾ, കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ്, CPRs എന്നൊക്കെ കാണുന്നുണ്ട്. അതെന്താണ് ആ വ്യത്യാസം? ആ വ്യത്യാസം പ്രധാനപ്പെട്ടതാണ്. രണ്ട് കാര്യങ്ങൾ വെച്ചാണ് ഇവയെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഒരാൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരാൾക്ക് കിട്ടാതെ വരുമോ? അതിനെ റൈവലറി എന്ന് പറയും. രണ്ട്, പണം കൊടുക്കാത്തവരെ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാൻ പറ്റുമോ? അതിനെ എക്സ്ക്ലൂഡബിലിറ്റി എന്ന് പറയും. ഓക്കെ. ശുദ്ധമായ പൊതുസ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ അതിന് റൈവലറി ഇല്ല, നോൺ റൈവൽ. അതായത് ഒരാൾ ഉപയോഗിച്ചാലും മറ്റൊരാൾക്ക് കുറവ് വരില്ല. അതുപോലെ ആരെയും ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാനും പറ്റില്ല, നോൺ എക്സ്ക്ലൂഡബിൾ. ഉദാഹരണം പറഞ്ഞാൽ രാജ്യരക്ഷ അല്ലെങ്കിൽ ഒരു വിളക്കുമാടം, ഇവ സാധാരണ മാർക്കറ്റിലൂടെ വിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് സർക്കാരാണ് കൊടുക്കാറ്. അപ്പോ ഈ CPRsോ? പൊതു ഉടമസ്ഥതയിലുള്ള വിഭവങ്ങൾ അഥവാ CPRs അല്ലെങ്കിൽ കോമൺസ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവയുടെ ഉപയോഗത്തിൽ മത്സരമുണ്ട്, റൈവൽ. അതായത് ഒരാൾ കൂടുതലെടുത്താൽ മറ്റുള്ളവർക്ക് കുറയും. ഉദാഹരണത്തിന് ഒരു പൊതു മേച്ചിൽ സ്ഥലത്തെ പുല്ല് അല്ലെങ്കിൽ ഒരു പുഴയിലെ മീൻ. ആ ശരി. എന്നാൽ ഇവ ഉപയോഗിക്കുന്നതിൽ നിന്ന് ആരെയും തടയാൻ എളുപ്പമല്ല, നോൺ എക്സ്ക്ലൂഡബിൾ. ആർക്കും പോയി എടുക്കാം. അന്തരീക്ഷം, കടൽ, പുഴകൾ, പൊതുവനങ്ങളൊക്കെ ഇതിൽപ്പെടും. ഇതിലെ പ്രധാന പ്രശ്നമെന്താണ്? എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന, എന്നാൽ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണെങ്കിൽ എന്തു സംഭവിക്കും? ഓരോരുത്തരും സ്വന്തം ലാഭം നോക്കി പറ്റുന്നത്ര എടുക്കാൻ ശ്രമിക്കും. അവസാനം ആ സാധനം മൊത്തത്തിൽ നശിച്ചു പോകും. ഇതിനെ ട്രാജഡി ഓഫ് ദ കോമൺസ് എന്ന് പറയാറുണ്ട്. ഓ. വായു മലിനീകരണത്തിന്റെ കാര്യം നോക്കൂ. ഓരോ ഫാക്ടറിയും വണ്ടിയും വായു മലിനമാക്കുമ്പോൾ അതിന്റെ ദോഷം എല്ലാവർക്കും കിട്ടുന്നു. ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകളെയാണ് ഈ CPRകളുടെ നാശം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം വിറകിനും കാലിത്തീറ്റയ്ക്കും വെള്ളത്തിനുമൊക്കെ അവരാശ്രയിക്കുന്നത് പലപ്പോഴും ഇത്തരം പൊതുവിഭവങ്ങളെയാണ്. ഇവിടെയാണ് വസ്തുവകകളുടെ അവകാശം അഥവാ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന ആശയം പ്രസക്തമാവുന്നത്, അല്ലേ? അതെ, ഒരു സാധനത്തിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്ന് വ്യക്തമായി പറയുകയും അത് സംരക്ഷിക്കുകയും ചെയ്താൽ ആ സാധനം കുറച്ചുകൂടി ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ ഒരു താൽപ്പര്യം വരും. ഉടമസ്ഥാവകാശമുണ്ടെങ്കിൽ ആ വസ്തു എങ്ങനെ ഉപയോഗിക്കണം, അതിൽ നിന്നെങ്ങനെ വരുമാനമുണ്ടാക്കാം, അത് മറ്റൊരാൾക്ക് കൊടുക്കാമോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ഉടമയ്ക്കാണ്. അത് വ്യക്തിയോ സർക്കാരോ ആകാം. പരിസ്ഥിതി സംരക്ഷിക്കാൻ ഈ അവകാശങ്ങൾ വ്യക്തമാക്കുന്നത് പ്രധാനമാണ്. ആർക്കും ഉത്തരവാദിത്വമില്ലാത്തൊരവസ്ഥയെ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ഇന്ത്യക്കൊരു പരിസ്ഥിതി നയമുണ്ടോ? നിയമങ്ങളൊക്കെയുണ്ടോ? തീർച്ചയായും. ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 48 പറയുന്നത് പരിസ്ഥിതിയും വനങ്ങളും വന്യജീവികളെയും സംരക്ഷിക്കാൻ രാഷ്ട്രം ശ്രമിക്കണമെന്നാണ്. ആർട്ടിക്കിൾ 51A അനുസരിച്ച് ഇതോരോ പൗരന്റെയും കടമയുമാണ്. ഓക്കെ. ഇന്ത്യ ഒരുപാട് അന്താരാഷ്ട്ര പരിസ്ഥിതി ഉടമ്പടികളിൽ അംഗമാണ്. ഉദാഹരണത്തിന് ജൈവവൈവിധ്യ കൺവെൻഷൻ, CBD, പിന്നെ വന്യജീവി സംരക്ഷണ നിയമം 1972, വനനയം 1988, പരിസ്ഥിതി സംരക്ഷണ നിയമം 1986, അങ്ങനെ ഒരുപാട് നിയമങ്ങളുമുണ്ട്. ഏറ്റവും പുതിയ നയമേതാണ് ഈ രംഗത്ത്? 2006 ഒരു ദേശീയ പരിസ്ഥിതി നയം, നാഷണൽ എൻവയോൺമെന്റ് പോളിസി NEP, പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി സമഗ്രമായ ഒരു സമീപനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചുരുക്കി പറയാം. 1. പ്രധാനപ്പെട്ട പാരിസ്ഥിതിക വിഭവങ്ങൾ സംരക്ഷിക്കുക. 2. തലമുറകൾക്കിടയിൽ നീതി ഉറപ്പാക്കുക. അതായത് ഭാവി തലമുറയ്ക്കും വിഭവങ്ങൾ ഉപയോഗിക്കാൻ പറ്റണം. 3. വിഭവങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കുക, പാഴാക്കുന്നത് കുറയ്ക്കുക. 4. പരിസ്ഥിതി ഭരണം സുതാര്യമാക്കുക, ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. 5. വിഭവങ്ങൾ സംരക്ഷിക്കാൻ പുതിയ ടെക്നോളജിയും നമ്മുടെ പഴയ അറിവുകളും ഉപയോഗിക്കുക. 6. പാവപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് പരിസ്ഥിതി വിഭവങ്ങളെ ആശ്രയിക്കുന്ന ആദിവാസി സമൂഹങ്ങൾക്ക് ഈ വിഭവങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. 7. എല്ലാ വികസന പദ്ധതികളിലും നയങ്ങളിലും പരിസ്ഥിതി സംരക്ഷണം ഒരു പ്രധാന ഭാഗമാക്കുക. ഈ നയത്തിൽ പറയുന്ന ചില സംരക്ഷണ വഴികൾ എന്തൊക്കെയാണ്? ഉദാഹരണങ്ങൾ പറയാമോ? പറയാം. ഇപ്പോ വനങ്ങളുടെ കാര്യത്തിൽ തരിശുഭൂമിയിലൊക്കെ മരം വെച്ചുപിടിപ്പിച്ച് രാജ്യത്തെ വനവിസ്തൃതി
33% എന്നൊരു ലക്ഷ്യം വെച്ചിരുന്നു 2012ഓടെ. ഇതിനായിട്ട് ജനങ്ങളുടെയും സർക്കാരിന്റെയും പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികൾ, ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ്, JFM, സാമൂഹ്യ വനവൽക്കരണം ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. വനത്തിൽ താമസിക്കുന്നവരുടെ പരമ്പരാഗത അവകാശങ്ങൾ അംഗീകരിക്കുന്ന കാര്യവും പറയുന്നുണ്ട്. വേറെന്തൊക്കെയുണ്ട്? അതുപോലെ ഭൂമി നശീകരണം തടയാൻ നല്ല കൃഷിരീതികളും പഴയ അറിവുകളും ഉപയോഗിക്കുക, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാൻ നിയമം കൊണ്ടുവരിക, ജൈവവൈവിധ്യം സംരക്ഷിക്കാൻ ഹോട്ട്സ്പോട്ടുകൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കുക, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ജനിതക വസ്തുക്കൾ സംരക്ഷിക്കുക, പരിസ്ഥിതിലോല പ്രദേശങ്ങൾ, എൻവയോൺമെന്റലി സെൻസിറ്റീവ് സോൺസ് കണ്ടെത്തി സംരക്ഷിക്കാൻ നടപടിയെടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങിയത് കൊളോണിയൽ കാലത്തെ ആ സാമ്പത്തിക ചൂഷണത്തിൽ നിന്നാണ്. അവിടെ നിന്ന് ഇന്ത്യയുടെ മനുഷ്യ വിഭവശേഷി നേരിടുന്ന പ്രശ്നങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണ ശ്രമങ്ങൾ, അവസാനം പരിസ്ഥിതിയും വികസനവും തമ്മിലുള്ള ഈ ഒരു ഒഴിച്ചുകൂടാനാവാത്ത എന്നാൽ സങ്കീർണമായ ബന്ധം വരെ നമ്മൾ സംസാരിച്ചു. ഇതെല്ലാം എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ ഈ പങ്കുവച്ച രേഖകളിലൂടെയെല്ലാം കടന്നുപോകുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. ഒരു വശത്ത് കൊളോണിയൽ കാലം തന്ന ആഴത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, മറുവശത്ത് ഈ കൂടിക്കൊണ്ടിരിക്കുന്ന ജനസംഖ്യയും പരിസ്ഥിതി നേരിടുന്ന വലിയ സമ്മർദ്ദങ്ങളും. ഈയൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആഗ്രഹം വേഗത്തിലുള്ള വികസനമാണ്. പക്ഷേ ആ വികസനത്തെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിരതയുടെയും അതുപോലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ പൊതുവിഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുന്നതിൻ്റെയും തത്വങ്ങളുമായി എങ്ങനെയാണ് ശരിക്കും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുക? ഒരുപക്ഷേ ഈ 2006 പരിസ്ഥിതി നയത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ പരമ്പരാഗതമായ അറിവുകളും പുതിയ സാങ്കേതിക വിദ്യകളും ഒരുമിച്ചുപയോഗിക്കുന്ന ചില പുതിയ വഴികൾ നമ്മൾ കൂടുതൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളിന്ന് കുറച്ച് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക പരിണാമമാണ്. അതായത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള ആ പ്ലാനിംഗ് കാലഘട്ടം, പിന്നെ കൃഷിയും വ്യവസായവും എങ്ങനെ വളർന്നു, അതുപോലെ 1991 വന്ന ആ വലിയ മാറ്റങ്ങൾ. ഇതൊക്കെ എങ്ങനെയാണ് ഇന്ത്യയെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ചില കുറിപ്പുകളും കുറച്ച് ലേഖന ഭാഗങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം വളരെ ലളിതമാണ്. ഇന്ത്യ എങ്ങനെ ഒരു കേന്ദ്രീകൃത ആസൂത്രണത്തിൽ നിന്ന് കുറച്ചുകൂടി തുറന്ന ഒരു സമ്പദ്വ്യവസ്ഥയിലേക്ക് മാറി. ഈ യാത്രയിൽ കൃഷിക്കും വ്യവസായത്തിനും എന്ത് പങ്കായിരുന്നു? പിന്നെ ആ 1991 ഉദാരവൽക്കരണം, അത് കാര്യങ്ങളെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്? ഇതൊക്കെ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് രസം തോന്നുന്നുണ്ട്. ഒരു കാലത്ത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പല സാധനങ്ങൾക്കും 200% മുകളിലൊക്കെ നികുതി ചുമത്തിയിരുന്നൊരു രാജ്യമാണ്. അവിടെ നിന്നാണ് പിന്നീട് വിദേശ നിക്ഷേപകരെയും ഈ MNCകളെയും ഒക്കെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നതിലേക്ക് മാറിയത്. എന്തായിരിക്കും ഇതിന് പിന്നിൽ? ശരി, നമുക്ക് വിശദമായിട്ട് തന്നെ തുടങ്ങാം. നമുക്ക് ഏറ്റവും അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഈ സാമ്പത്തിക ആസൂത്രണമെന്ന് പറയുന്നത്? ലളിതമായി പറഞ്ഞാൽ ഒരു രാജ്യത്തിന് ചില ലക്ഷ്യങ്ങൾ കാണുമല്ലോ, അല്ലേ? ദാരിദ്ര്യം കുറയ്ക്കണം, തൊഴിൽ കൂട്ടണം, അങ്ങനെ പലതും. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി രാജ്യത്തുള്ള വിഭവങ്ങൾ, അതായത് പണം, പ്രകൃതി വിഭവങ്ങൾ, മനുഷ്യരുടെ കഴിവ്, ഇതൊക്കെ ഒരു കേന്ദ്ര അതോറിറ്റി, നമ്മുടെ സർക്കാർ തന്നെ, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ സാമ്പത്തിക ആസൂത്രണം. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന കടുത്ത ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വ്യവസായങ്ങളുടെയും കൃഷിയുടെയും ഒക്കെ ഒരു മുരടിപ്പ്, പിന്നെ വലിയ സാമ്പത്തിക അന്തരം, ഈ വെല്ലുവിളികളെയൊക്കെ നേരിടാനാണ് നമ്മൾ ഈ പ്ലാനിങ്ങിന്റെ വഴിക്ക് പോയത്. അതിനായിട്ടാണ് പ്ലാനിംഗ് കമ്മീഷനൊക്കെ വന്നത്. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം. ഒരു പൂർണ്ണ സോഷ്യലിസമോ അല്ലെങ്കിൽ പൂർണ്ണ മുതലാളിത്തമോ അല്ല. രണ്ടിന്റെയും ചില നല്ല വശങ്ങളെടുക്കാൻ ശ്രമിച്ചു. സർക്കാർ നേരിട്ട് വലിയ സ്റ്റീൽ പ്ലാന്റുകൾ, ഡാമുകളൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ പ്രൈവറ്റ് സംരംഭകരെയും പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സ്വകാര്യ മേഖല രാജ്യത്തിന്റെ പൊതുവായ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുറപ്പാക്കാൻ സർക്കാർ പല നിയന്ത്രണങ്ങളും വെച്ചു. ഏതൊരു വ്യവസായം തുടങ്ങാനും സർക്കാരിന്റെ അനുമതി, ലൈസൻസ് വേണമായിരുന്നു. ലൈസൻസ് രാജ്. അതെ. പിന്നെ നികുതി വില നിയന്ത്രണം, ലോൺ കൊടുക്കുന്ന നയം, ഇതൊക്കെ വെച്ച് സ്വകാര്യ മേഖലയെ നിയന്ത്രിക്കാനും ഒരു ശരിയായ ദിശ കൊടുക്കാനും ശ്രമിച്ചു.
ഇതിന്റെയെല്ലാം പിന്നിലെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ജനങ്ങളുടെ ജീവിത നിലവാരം കൂട്ടുക എന്നതായിരുന്നു. ഈയൊരു പശ്ചാത്തലമാണ് പിന്നീട് 1991 ആ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്നത്. അപ്പോ ഈ 1991 വലിയ മാറ്റങ്ങൾക്ക് മുൻപുള്ള കാലം, അതായത് ആസൂത്രണത്തിന്റെ ഒരു സുവർണകാലം എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്തെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? തീർച്ചയായും സാമ്പത്തിക വളർച്ച തന്നെയായിരുന്നു പ്രധാനം. അതോടൊപ്പം സാമ്പത്തിക സ്വയം പര്യാപ്തത എന്ന ആശയം വളരെ ശക്തമായിരുന്നു. വിദേശ സഹായത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, പ്രത്യേകിച്ച് ഫുഡ് ഗ്രെയിൻസ്, പിന്നെ ഇൻഡസ്ട്രിക്ക് വേണ്ട റോ മെറ്റീരിയൽസ്, ഇതിലൊക്കെ സ്വയം പര്യാപ്തരാവുക എന്നതൊരു വലിയ ടാർഗറ്റായിരുന്നു. 5ാം പ്ലാനിലൊക്കെ ഇതിന് നല്ല ഊന്നൽ കൊടുത്തു. പിന്നെ സാമ്പത്തിക സമത്വം, അതായത് വരുമാനത്തിലെ വ്യത്യാസം കുറയ്ക്കുക, ദാരിദ്ര്യം ഇല്ലാതാക്കുക, പിന്നെ ആധുനികവൽക്കരണം, പുതിയ ടെക്നോളജി ഉപയോഗിക്കുക, ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ മാറ്റുക. അതൊക്കെ അവസാനമായിട്ട് രാജ്യത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ട മൂലധന രൂപീകരണം കൂട്ടുക. ഈ സ്വയം പര്യാപ്തതയിലുള്ള ഊന്നൽ അന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു, അല്ലേ? തീർച്ചയായും. ആ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അന്നത്തെ സർക്കാർ ചില തന്ത്രങ്ങൾ ഉണ്ടാക്കിയത്. അതിലേറ്റവും പ്രധാനം പൊതുമേഖലയുടെ ആധിപത്യമായിരുന്നു. 1956 ആ ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ ഇതിനടിത്തറയിട്ടു. രാജ്യത്തിന് പ്രധാനപ്പെട്ട ഘനവ്യവസായങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ പ്രധാനമായും ഗവൺമെന്റ് ഓണർഷിപ്പിലായിരുന്നു. ഡിഫൻസ്, ആറ്റോമിക് എനർജി, റെയിൽവേ പോലുള്ള സ്ട്രാറ്റജിക് ഏരിയകൾ അത് പൂർണ്ണമായും സർക്കാരിന്റെ കുത്തകയായിരുന്നു. അവിടെ പ്രൈവറ്റ് സെക്ടറിന് റോളില്ല? ഇല്ല. സ്വകാര്യ മേഖലയെ നിയന്ത്രിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈസൻസ് രാജ് നിലവിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇറക്കുമതിക്ക് ഭയങ്കര നിയന്ത്രണങ്ങളും വലിയ ടാക്സും, ചിലപ്പോൾ 200% മുകളിലൊക്കെ ടാക്സ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു പ്രധാന ഫലം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അടഞ്ഞ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇക്കോണമി ഉണ്ടാക്കി. നമ്മുടെ നാട്ടിലെ വ്യവസായങ്ങൾക്ക് ഇതൊരു പരിധിവരെ സംരക്ഷണം കൊടുത്തു എന്നത് ശരിയാണ്. പക്ഷേ പുറം ലോകവുമായൊരു കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് കാര്യക്ഷമത കുറയാനും പുതിയ ടെക്നോളജികൾ വരാതിരിക്കാനും ഇത് കാരണമായി. അങ്ങനെ ഏകദേശം ഒരു 4 പതിറ്റാണ്ടോളം ഈ രീതി തുടർന്നു. പക്ഷേ 1990കളുടെ തുടക്കമായപ്പോഴേക്കും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് തീരെ കുറഞ്ഞു, കടം കൂടി. ഈ ഒരു അവസ്ഥയിലാണ് 1991 വലിയ മാറ്റങ്ങൾക്ക് ഇന്ത്യ റെഡിയായത്. പുതിയ വ്യാവസായിക നയം വന്നു. അതോടെ ലക്ഷ്യങ്ങൾ തന്നെ മാറി, അല്ലേ? അതെ, ലക്ഷ്യങ്ങളിൽ വലിയ മാറ്റം വന്നു. പതിറ്റാണ്ടുകളായുണ്ടായിരുന്ന ആ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, കാര്യക്ഷമതയില്ലായ്മ മാറ്റുക, ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ ഇന്റർനാഷണൽ ലെവലിൽ കോമ്പറ്റീറ്റീവ് ആക്കുക, സാമ്പത്തിക വളർച്ചയുടെ സ്പീഡ് കൂട്ടുക, നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നല്ല കോമ്പറ്റീഷൻ കൊണ്ടുവരിക, പിന്നെ ഇന്ത്യൻ എക്കോണമിയെ ഗ്ലോബൽ എക്കോണമിയുമായിട്ട് യോജിപ്പിക്കുക. ഇതൊക്കെയായി പുതിയ ലക്ഷ്യങ്ങൾ. ഇതിനുവേണ്ടി 3 പ്രധാന ആശയങ്ങളാണ് മുന്നോട്ടുവെച്ചത്: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അതാണ് ഈ LPG എന്ന് പറയുന്നത്. അതെ, LPG. ഈ LPG പോളിസികളുടെ ഭാഗമായി വന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ചുരുക്കി പറയാമോ? ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഏറ്റവും പ്രധാനം ഇൻഡസ്ട്രീസ് തുടങ്ങാനുള്ള ലൈസൻസ് നിബന്ധന. അത് മിക്കവാറും എടുത്തുകളഞ്ഞു, വളരെ കുറച്ച് സ്ട്രാറ്റജിക് ഏരിയകളിൽ ഒഴികെ. ഉദാഹരണത്തിന് ഡിഫൻസ്, ഹസാർഡസ് കെമിക്കൽസ്, അവിടെയൊന്നും ലൈസൻസ് ആവശ്യമില്ലാതായി. അതൊരു വലിയ മാറ്റമായിരുന്നു. ആറ്റോമിക് എനർജി, പിന്നെ ചില മിനറൽസ്, ഇതൊഴികെയുള്ളവ പ്രൈവറ്റ് സെക്ടറിന് തുറന്നുകൊടുത്തു. മൂന്നാമതായി, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കാൻ വലിയ പ്രാധാന്യം കൊടുത്തു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDI പല സെക്ടറുകളിലും, ചിലതിൽ 100% വരെ അനുവദിച്ചു. മൾട്ടിനാഷണൽ കമ്പനികൾക്ക് MNCs ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ എളുപ്പമായി. നാലാമതായി, വലിയ കമ്പനികളുടെ വളർച്ചയെ നിയന്ത്രിച്ചിരുന്ന MRTP ആക്ടിലെ കാര്യങ്ങൾ ലഘൂകരിച്ചു. ഇത് കമ്പനികൾക്ക് വളരാനും ലയിക്കാനുമൊക്കെ കൂടുതൽ ഫ്രീഡം കൊടുത്തു. അവസാനമായി, ട്രേഡ്, അതായത് വ്യാപാര രംഗത്ത് വലിയ ഉദാരവൽക്കരണം നടന്നു. ഇറക്കുമതി തീരുവകൾ കുറച്ചു, കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ SEZs, എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റുകൾ EOUs എന്നിവയ്ക്ക് ഊന്നൽ കൊടുത്തു. അപ്പൊ ചുരുക്കത്തിൽ ഇന്ത്യയുടെ വാതിലുകൾ ലോകത്തിനു വേണ്ടി തുറന്നു, അല്ലേ? അതെ, മത്സരം കൂട്ടി കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അതിന്റെ പിന്നിലെ പ്രധാന ആശയം. ശരി. ഈ 1991 മാറ്റങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ വികസനത്തെ നയിച്ചത് പഞ്ചവത്സര പദ്ധതികളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതെ.
5 വർഷം കൂടുമ്പോൾ ലക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ടു പോകുന്ന രീതി. ഈ പദ്ധതികൾക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടായിരുന്നോ? വെറുതെ ആയിരുന്നോ അതൊക്കെ? അല്ലല്ല, തീർച്ചയായും നേട്ടങ്ങൾ ഉണ്ടായി, വെറുതെ ആയിരുന്നില്ല. പ്ലാനിംഗ് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും, അതായത് ദേശീയ വരുമാനവും ആളോഹരി വരുമാനവും അത്യാവശ്യം നല്ല രീതിയിൽ വർദ്ധിച്ചു. പ്ലാനിങ്ങിന് മുമ്പുള്ളൊരു അരനൂറ്റാണ്ടിൽ വാർഷിക വളർച്ച വെറും 1.2% ആയിരുന്നെങ്കിൽ 1980കളിലൊക്കെ അത് 5% കൂടുതലായി. പിന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, പ്രത്യേകിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെയുണ്ടായി. ഹരിതവിപ്ലവം. അതെ, ഭാഗികമായി ഹരിതവിപ്ലവം കാരണം. പക്ഷെ അതിന് ബേസ് ഇട്ടത് ആദ്യകാല പ്ലാനുകളിലെ ഇറിഗേഷനും മറ്റുമുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ്. ഭക്ഷ്യധാന്യത്തിൽ നമ്മൾ ഏതാണ്ട് സ്വയം പര്യാപ്തത നേടി. ഹെവി ഇൻഡസ്ട്രീസിലും ഇൻഫ്രാസ്ട്രക്ചറിലും വലിയ നിക്ഷേപം നടന്നു. ഒരു സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ് ഉണ്ടായി. രാജ്യത്തെ മൊത്തം ഇൻവെസ്റ്റ്മെന്റിന്റെ റേറ്റ്, അതായത് മൂലധന രൂപീകരണം, അതും കൂടി. പിന്നെ ഹെൽത്ത് സെക്ടറിലും പുരോഗതിയുണ്ടായി. മരണനിരക്ക് കുറഞ്ഞു. പല പകർച്ചവ്യാധികളും നിയന്ത്രിക്കാൻ പറ്റി. അങ്ങനെ പല 5 ഇയർ പ്ലാൻസ് കഴിഞ്ഞു. അവസാനത്തേത് 12ാം പദ്ധതിയായിരുന്നു, 2012-17. വേഗതയേറിയതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച എന്നതായിരുന്നു അതിന്റെ തീം. പക്ഷേ അതിനുശേഷം ഈ പ്ലാനിംഗ് കമ്മീഷൻ തന്നെ ഇല്ലാതായല്ലോ. പകരം നീതി ആയോഗ് വന്നു. ശരിയാണ്. 2015 ജാനുവരി 1-നാണ് പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, വന്നത്. പഴയ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചായിരുന്നു. അതായത് കേന്ദ്രം പ്ലാൻ ഉണ്ടാക്കും, സ്റ്റേറ്റ്സിന് നടപ്പാക്കാൻ പറയും. ഇത് ഇന്നത്തെ കാലത്ത് അത്ര പ്രാക്ടിക്കൽ അല്ല, സംസ്ഥാനങ്ങളുടെ പങ്ക് കുറവാണ് എന്നൊക്കെ ഒരു വിമർശനമുണ്ടായിരുന്നു. ശരിയാണ്. നീതി ആയോഗ് ഒരു തിങ്ക് ടാങ്ക്, അതായത് നയപരമായ ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമായാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ബോട്ടം അപ്പ് അപ്രോച്ചിന്, അതായത് താഴെത്തട്ടിൽ നിന്നുള്ള അഭിപ്രായങ്ങൾക്കും സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തിനും, കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നൊക്കെ പറയും, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ലോങ് ടേം വിഷനോടുകൂടിയ സ്ട്രാറ്റജിക് പ്ലാനുകൾ ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന പണി. എന്നാലും പഴയ ആ സ്ട്രക്ചേർഡ് പ്ലാനിങ്ങിന് പകരം ഈ തിങ്ക് ടാങ്ക് മോഡൽ എത്രത്തോളം ഇഫക്റ്റീവാണ് എന്നത് അതിനിയും നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നൊരു ചോദ്യമാണ്. ഓക്കെ, ഈ പ്ലാനിംഗ് സിസ്റ്റത്തിലെ മാറ്റങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടില്ലെന്ന് പറയാവുന്ന, എന്നാൽ ഒരുപാട് പ്രശ്നങ്ങളും നേരിടുന്ന കൃഷിയിലേക്ക് വരാം. എന്തുകൊണ്ടാണ് കൃഷി ഇപ്പോഴും ഇന്ത്യക്ക് ഇത്ര പ്രധാനപ്പെട്ടതായി തുടരുന്നത്? ഇന്ത്യയിലെ മജോറിറ്റി ആളുകൾ, ഏകദേശം ഒരു 60% വർക്ക് ഫോഴ്സ്, ഇപ്പോഴും ജീവിക്കാൻ വഴി കണ്ടെത്തുന്നത് കൃഷിയിലൂടെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയുമാണ്. അതുകൊണ്ടാണ് അതിനെ ഇക്കോണമിയുടെ നട്ടെല്ല് എന്നൊക്കെ വിളിക്കുന്നത്. അതേസമയം രാജ്യത്തിന്റെ GDP-യിൽ, അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ, കൃഷിയുടെ പങ്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതെ, അത് ശ്രദ്ധേയമാണ്. 1950കളിൽ ഒരു 50% കൂടുതലുണ്ടായിരുന്നത് ഇന്ന് 20% താഴെയാണ്. കാരണം ഇൻഡസ്ട്രിയും സർവീസ് സെക്ടറും വളർന്നു. എങ്കിലും ഇൻഡസ്ട്രീസിന് വേണ്ട റോ മെറ്റീരിയൽസ്, കോട്ടൺ, ജൂട്ട്, കരിമ്പ് ഒക്കെ, അത് കൊടുക്കുന്നതിലും കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിലും കൃഷിയുടെ പങ്ക് ഇപ്പോഴും വലുതാണ്. ഇൻഡസ്ട്രികൾ വളരുന്നത് കൃഷിയിലുള്ള അധികം വരുന്ന ലേബർ ഫോഴ്സിനെ അബ്സോർബ് ചെയ്യാനും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന് ഡിമാൻഡ് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒരു ആശങ്കയുള്ള കാര്യം ഈ കാർഷിക മേഖലയിലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു വരുന്നു എന്നതാണ്. കാർഷിക ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ കാലം കൊണ്ട് എന്ത് മാറ്റങ്ങളാണുണ്ടായത്? ഹരിതവിപ്ലവം ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നല്ലോ. അതെ, ഹരിതവിപ്ലവത്തിന് മുൻപ് ഏകദേശം 1950 തൊട്ട് 65 വരെ പ്രധാനമായും കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ അളവ് കൂട്ടിയും ഇറിഗേഷൻ സൗകര്യം കൂട്ടിയുമൊക്കെയാണ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചത്. പിന്നീട് 60കളുടെ അവസാനത്തോടെ ഹരിതവിപ്ലവം വന്നു. ഈ ഹൈ ഈൽഡിംഗ് വെറൈറ്റി, HYV വിത്തുകൾ, കെമിക്കൽ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്സ്, പിന്നെ മെച്ചപ്പെട്ട ഇറിഗേഷൻ, ഇതൊക്കെ ഉപയോഗിച്ച് ഉൽപ്പാദനം പല മടങ്ങ് കൂട്ടാൻ പറ്റി. അത്ഭുതകരമായ മാറ്റം. അതെ, ആദ്യഘട്ടത്തിൽ ഇത് ഗോതമ്പിലായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചത്. പിന്നെ അരിയിലേക്കും മറ്റു വിളകളിലേക്കും ഇത് വ്യാപിച്ചു. ഇത് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് കാരണമായി. ഉൽപ്പാദനം കൂടിയെങ്കിലും പ്രൊഡക്ടിവിറ്റി, അതായത് ഒരേ ഏക്കറിൽ നിന്നുള്ള വിളവ്, അതിന്റെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോഴും മറ്റ് പല രാജ്യങ്ങളെക്കാളും പിന്നിലാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് കാരണം?
അത് ശരിയാണ്. പ്രൊഡക്ടിവിറ്റി കുറയാൻ പല കാരണങ്ങളുണ്ട്. അതിനെ നമുക്ക് കുറച്ച് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ഒന്ന്, കർഷകരുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ ഫാക്ടേഴ്സ്, ഇല്ലിറ്ററസി, പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു മടി, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതൊക്കെ. 2, ടെക്നിക്കൽ ലിമിറ്റേഷൻസ്. ഇപ്പോഴും പലയിടത്തും പഴയ കൃഷിരീതികൾ, എല്ലാ കൃഷിയിടത്തിലും ഇറിഗേഷൻ എത്താത്തത് ഏകദേശം 40%ഒക്കെയുള്ളൂ. മണ്ണിന്റെ ആരോഗ്യം കുറയുന്നത്, നല്ല വിത്തും വളവും എല്ലാവർക്കും കിട്ടാത്തതും അതിന്റെ വിലയും, ലോൺ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വിളകൾക്ക് നല്ല വില കിട്ടാത്ത മാർക്കറ്റിംഗ് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്. മൂന്നാമതായി, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നങ്ങൾ. ഇന്ത്യയിലെ ആവറേജ് ലാൻഡ് ഹോൾഡിംഗ് സൈസ് വളരെ ചെറുതാണ്, ഏകദേശം 2.3 ഹെക്ടർ ഒക്കെ. ഇത് വലിയ മെഷീൻസ് ഉപയോഗിക്കുന്നതിനും സയന്റിഫിക് ഫാമിങ്ങിനും തടസ്സമാണ്. പിന്നെ ഭൂമിയുടെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും. ഈ ഗ്രീൻ റവല്യൂഷനൊക്കെ ഉണ്ടായിട്ടും ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ പലതും ഇപ്പോഴും പരിഹരിക്കാതെ കിടക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ സ്ഥാപനപരമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ടവ, പരിഹരിക്കാനല്ലേ ഭൂപരിഷ്കരണങ്ങൾ കൊണ്ടുവന്നത്? അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭൂപരിഷ്കരണത്തിന് പിന്നിൽ വളരെ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഭൂമി കുറച്ചുപേരുടെ കയ്യിൽ മാത്രം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. അതിനായിട്ട് ഒരാൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിക്ക് ഒരു ലിമിറ്റ് വെക്കുക, ലാൻഡ് സീലിംഗ്. 2, കർഷകരെ ചൂഷണം ചെയ്തിരുന്ന ഇടനിലക്കാരെ, സമീന്ദാർമാരെയൊക്കെ ഇല്ലാതാക്കുക. 3, ഭൂമിയില്ലാത്ത കർഷകർക്ക് ഭൂമി കൊടുത്ത് ഒരു സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പാക്കുക. 4, കൃഷിഭൂമി കർഷകൻ എന്നൊരു തത്വം, അത് നടപ്പിലാക്കുക. ഈ ലക്ഷ്യങ്ങൾക്കായിട്ട് എന്തെല്ലാം നടപടികളാണ് എടുത്തത്? അത് വിജയിച്ചോ? പല നിയമങ്ങളും നടപടികളും വന്നു. ഈ ഇന്റർമീഡിയറീസിനെ, അതായത് സമീന്ദാർ, ജാഗീർദാർ ഒക്കെ, അവരെ നിയമപരമായി ഇല്ലാതാക്കി. ഇത് കോടിക്കണക്കിന് കർഷകർക്ക് ഭൂമിയിൽ നേരിട്ട് അവകാശം കൊടുത്തു. ഒരുപക്ഷെ ഇതാണ് ഏറ്റവും സക്സസ്ഫുള്ളായ പരിഷ്കരണം. പിന്നെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരുടെ ടെനൻസ് റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിയമങ്ങൾ വന്നു. പാട്ടത്തുക കുറച്ചു, ഒഴിപ്പിക്കുന്നത് തടഞ്ഞു, ചിലർക്ക് ഓണർഷിപ്പ് റൈറ്റ്സ് കൊടുത്തു, ലാൻഡ് സീലിംഗ് നിയമങ്ങൾ പാസാക്കി, അധികമുള്ള ഭൂമി ഭൂരഹിതർക്ക് കൊടുക്കാൻ ശ്രമിച്ചു, ചിതറിക്കിടക്കുന്ന ലാൻഡ് ഹോൾഡിംഗ്സ് ഒന്നിപ്പിച്ച് കൃഷിക്ക് എളുപ്പമാക്കുന്ന കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിംഗ്സും നടപ്പാക്കി. കേൾക്കുമ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങളായി തോന്നുന്നു. പക്ഷേ അതെ, കേൾക്കുമ്പോൾ നല്ലതാണ്. പക്ഷേ ഭൂപരിഷ്കരണം ഒരു കംപ്ലീറ്റ് സക്സസ് ആയിരുന്നില്ല. നിയമങ്ങളിലെ പഴുതുകൾ, നടപ്പാക്കിയതിലെ താമസം, പൊളിറ്റിക്കൽ വില്ലില്ലാത്തത്, ഉദ്യോഗസ്ഥരുടെ അഴിമതി, കറക്റ്റ് അല്ലാത്ത ലാൻഡ് റെക്കോർഡ്സ്, ഭൂവുടമകളുടെ എതിർപ്പ്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ലക്ഷ്യങ്ങൾ മുഴുവനായി നേടാൻ പറ്റിയില്ല. ഈ ലാൻഡ് സീലിംഗ് നിയമമൊക്കെ പലപ്പോഴും കടലാസിൽ ഒതുങ്ങിപ്പോയി. ശരി, ഇനി നമുക്ക് വീണ്ടും 1991 ആ റിഫോംസിലേക്ക് വരാം. ഈ പരിഷ്കാരങ്ങൾ ഇൻഡസ്ട്രിയെ ഹെൽപ്പ് ചെയ്ത പോലെ അഗ്രികൾച്ചറിനെയും സഹായിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നല്ലോ. എന്നാൽ ശരിക്കും സംഭവിച്ചത് വേറൊന്നാണെന്ന് തോന്നുന്നു. അതാണ് ഇതിലെ ഒരു വിരോധാഭാസം. 1991 റിഫോംസിന് ശേഷം അഗ്രികൾച്ചറൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് കുറയുകയാണ് ചെയ്തത്. റിഫോംസിന് തൊട്ടു മുമ്പുള്ള 10 വർഷത്തെ അപേക്ഷിച്ച് 1980-91, അതിനടുത്ത 10 വർഷത്തിൽ 1992-2004 അഗ്രികൾച്ചറൽ GDPയുടെയും ക്രോപ്പ് പ്രൊഡക്ഷന്റെയും വാർഷിക വളർച്ചാ നിരക്ക് നന്നായി കുറഞ്ഞു. അതെന്താ അങ്ങനെ? ഭക്ഷ്യധാന്യ ഉൽപാദന വളർച്ച പ്രത്യേകിച്ചും സ്ലോ ആയി. ആളോഹരി ഭക്ഷ്യധാന്യ ലഭ്യത പോലും കുറഞ്ഞു. 10ാം പ്ലാൻ സമയത്തൊക്കെ അഗ്രികൾച്ചറൽ ഗ്രോത്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷേ ഇന്റർനാഷണൽ മാർക്കറ്റിലെ വിലയിടിവ്, ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റിലെ കുറവ്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമായിട്ടുണ്ടാകാം. അപ്പോൾ കൃഷിക്കൊരു തിരിച്ചടി കിട്ടിയപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തു മാറ്റങ്ങളാണ് 1991 ശേഷം കണ്ടത്? പോളിസി മാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിന്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു? ഇൻഡസ്ട്രിയിലെ വളരെ പ്രകടമായ മാറ്റങ്ങളുണ്ടായി. ഏറ്റവും പ്രധാനം, പ്രൈവറ്റ് സെക്ടറിന്റെ റോൾ ഭയങ്കരമായി കൂടി. ലൈസൻസ് രാജ് പോയതും പബ്ലിക് സെക്ടർ റിസർവേഷൻ കുറച്ചതും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വന്നതുമൊക്കെ പ്രൈവറ്റ് എന്റർപ്രൈസിന് വലിയൊരു ബൂസ്റ്റ് കൊടുത്തു. മാർക്കറ്റിലെ കോമ്പറ്റീഷൻ കൂടി. അത് നല്ലതല്ലേ? അത് കൺസ്യൂമേഴ്സിന് ഗുണമായി. പല പ്രോഡക്ട്സിനെയും, ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ് വില കുറഞ്ഞു, ക്വാളിറ്റി കൂടി. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, പ്രത്യേകിച്ച് FDI, വലിയ തോതിൽ കൂടി. ഇത് രാജ്യത്തിന് ക്യാപിറ്റൽ കൊണ്ടുവന്നു. കൂടെ പുതിയ ടെക്നോളജിയും മാനേജ്മെന്റ് സ്കിൽസും വന്നു.
ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ പോലും പവർ, ടെലികോം, എയർപോർട്ട്, ഫോറിൻ പാർട്ടിസിപ്പേഷൻ വന്നു. എക്സ്പോർട്ടിന് വലിയ പ്രോത്സാഹനം കിട്ടി. ഈ SEZ, EOU പോലുള്ള കാര്യങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്തു. ഇന്ത്യയുടെ എക്സ്പോർട്ട് സ്ട്രക്ചറും മാറി. റോ മെറ്റീരിയൽസിന് പകരം മാനുഫാക്ചർഡ് ഗുഡ്സ് കൂടുതലായി കയറ്റി അയക്കാൻ തുടങ്ങി. ടെക്നോളജി അപ്ഗ്രഡേഷനും നടന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ റിഫോംസ് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ വേൾഡിനെ കൂടുതൽ ഗ്ലോബലൈസ്ഡും കോമ്പറ്റീറ്റീവും ഡൈനാമിക്കുമാക്കി മാറ്റി. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നടക്കുമ്പോഴാണ് അഗ്രികൾച്ചറൽ സെക്ടർ പിന്നോട്ട് പോയത്. അപ്പോ ഈ നീണ്ട യാത്രയെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, കേന്ദ്രീകൃതമായ പ്ലാനിങ്ങിൽ തുടങ്ങി സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ കൊടുത്ത് പിന്നീട് ലിബറലൈസേഷനിലൂടെ ഗ്ലോബൽ എക്കോണമിയുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു വലിയ പരിണാമമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രം, അല്ലേ? നാഷണൽ ഇൻകത്തിലും ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റിയിലും നമ്മൾ വലിയ നേട്ടങ്ങളുണ്ടാക്കി, ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടി. എന്നാൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റിയിലെ പ്രശ്നങ്ങൾ, ലാൻഡ് റിഫോംസിന്റെ ലക്ഷ്യങ്ങൾ മുഴുവനായി നേടാൻ പറ്റാത്തത്, റിഫോംസിന് ശേഷം കൃഷിയിലുണ്ടായ ഒരു സ്ലോ ഡൗൺ, ഇനീക്വാളിറ്റി തുടങ്ങിയ വെല്ലുവിളികൾ ഇപ്പോഴുമുണ്ട്. കൃത്യമാണ്. ഇതിൽ നിന്നുള്ളൊരു പ്രധാന പാഠം എന്താണെന്ന് വെച്ചാൽ, എക്കണോമിക് പോളിസി മേക്കിംഗ് എന്നത് വളരെ കോംപ്ലക്സ് ആയ ഒരു പ്രോസസ്സാണ്. ഒരു പോളിസി കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് മാത്രമല്ല, ചിലപ്പോൾ അൺഇൻറ്റൻഡഡ് ആയിട്ടുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാകാം. 1991 മാറ്റങ്ങൾ ഇന്ത്യൻ ഇക്കണോമിയെ അടിമുടി മാറ്റി. ഗവൺമെന്റിന്റെ റോള്, പ്രൈവറ്റ് സെക്ടറിന്റെ സ്ഥാനം, ഫോറിൻ ക്യാപിറ്റലിനോടുള്ള അപ്രോച്ച് എല്ലാം മാറി. അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മളിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയും അഗ്രികൾച്ചറും തമ്മിലുള്ള ആ ഒരു ബാലൻസിന്റെ കാര്യത്തിൽ. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കാം. 1991 പരിഷ്കാരങ്ങൾ ഇൻഡസ്ട്രിയൽ സെക്ടറിന് നല്ല ഉത്തേജനം നൽകി. പക്ഷേ അഗ്രികൾച്ചറൽ സെക്ടറിൽ പ്രതീക്ഷിച്ച വളർച്ചയുണ്ടായില്ല, പകരം ഒരു മാന്ദ്യമാണുണ്ടായത്. ഈ സാഹചര്യത്തിൽ ഇൻഡസ്ട്രിയൽ ലിബറലൈസേഷൻ നടപ്പാക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ കാർഷിക മേഖലയെ ഒരു തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കാനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും എന്തു വ്യത്യസ്തമായ അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ടീവായ പോളിസികൾ അന്നെടുക്കാമായിരുന്നു? ഇന്ന് നമ്മൾ ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തെക്കുറിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഈ രേഖകൾ വെച്ചൊന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോവുകയാണ്. ശരി. ഇതിൽ സാമ്പത്തിക വളർച്ച, പിന്നെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അസമത്വം, ആഗോളബന്ധങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ ലക്ഷ്യം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വേർതിരിച്ചെടുത്ത് ഒരു വ്യക്തമായ ചിത്രം കിട്ടുക എന്നതാണ്. ഇന്ത്യയുടെ ഈ സാമ്പത്തിക യാത്രയിലെ പ്രധാന വെല്ലുവിളികൾ, അവസരങ്ങൾ, അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. തയ്യാറാണോ? ഓക്കേ, തുടങ്ങാം. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ രേഖകളിലെ സാമ്പത്തിക വളർച്ച, സാമ്പത്തിക വികസനം, ഇങ്ങനെ 2 വാക്കുകൾ കാണുന്നുണ്ട്. എന്താണ് ഇവ തമ്മിലുള്ളൊരു വ്യത്യാസം? വളർച്ച എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും കണക്കുകളാണല്ലേ? അതെ. വളർച്ചയെന്ന് പറഞ്ഞാൽ പ്രധാനമായും അളവുകളാണ്. GDP കൂടുന്നു, ആളോഹരി വരുമാനം കൂടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊരു ഷോർട്ട് ടേം കാഴ്ചപ്പാടാണ്. എന്താ പറയാ? ശരി. എന്നാൽ സാമ്പത്തിക വികസനം എന്ന് പറയുമ്പോൾ അത് അതിനേക്കാളൊക്കെ വലുതാണ്. അത് ഈ വളർച്ചയോടൊപ്പം തന്നെ ജീവിത നിലവാരം എങ്ങനെ മെച്ചപ്പെടുന്നു എന്നും നോക്കുന്നു. ഗുണപരമായ മാറ്റങ്ങൾ. അതെ. ദാരിദ്ര്യം കുറയുന്നുണ്ടോ? എല്ലാവർക്കും തൊഴിലുണ്ടോ? വരുമാനത്തിൽ വലിയ അന്തരമുണ്ടോ? വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചിത്വം ഇതൊക്കെ മെച്ചപ്പെടുന്നുണ്ടോ? പരിസ്ഥിതിക്ക് എന്ത് സംഭവിക്കുന്നു? ഇതൊക്കെ നോക്കണം. ശരിക്കും ഇതൊരു ദീർഘകാല പ്രക്രിയയാണ്. ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുണപരമായ മാറ്റം വരുന്നുണ്ടോ? അതാണ് പ്രധാനം. ശരിയാണ്. അപ്പോ വളർച്ച വികസനത്തിന്റെ ഒരു ഭാഗം മാത്രമാണല്ലേ? തീർച്ചയായും ഒരു ഭാഗം മാത്രം. ഇനി ഈ രേഖകൾ ഇന്ത്യയെപ്പോലുള്ള വികസ്വര രാജ്യങ്ങളുടെ ചില പൊതു സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനം താഴ്ന്ന ആളോഹരി വരുമാനവും പിന്നെ വലിയ തോതിലുള്ള ദാരിദ്ര്യവുമാണ്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. അതോടൊപ്പം ഈ രേഖകൾ എടുത്തു പറയുന്ന വേറൊരു കാര്യം ദ്വൈത സമ്പദ്വ്യവസ്ഥ അഥവാ ഡ്യുവലിസ്റ്റിക് ഇക്കോണമി എന്ന ആശയമാണ്. അതെന്താണ്? അതായത് ഒരേ സമയം തന്നെ രാജ്യത്ത്, പ്രത്യേകിച്ചു നഗരങ്ങളിൽ, ആധുനിക രീതിയിലുള്ള വ്യവസായങ്ങളും സംഘടിത മേഖലയും ഉണ്ടാകും. എന്നാൽ ഗ്രാമങ്ങളിലേക്ക് പോയാൽ വളരെ പരമ്പരാഗതമായ കൃഷിരീതികളും ഉപജീവനമാർഗങ്ങളുമായിരിക്കും. ഓക്കെ, രണ്ടും ഒരുമിച്ച് നിലനിൽക്കുന്നു. അതെ, ഈ 2 രീതികളും ഒരുമിച്ചു കാണുന്നത് വികസ്വര രാജ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ്.
ഇത് പലപ്പോഴും അസമത്വങ്ങൾ കൂടാനും കാരണമാകും. ശരിയാണ്. അതുപോലെ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് കഴിയാതെ വരുന്നത്, അതായത് ഘടനാപരമായ തൊഴിലില്ലായ്മ, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയും, മൂലധനത്തിന്റെ കുറവ്, പിന്നെ സാങ്കേതിക വിദ്യയിലുള്ള പിന്നോക്കാവസ്ഥ, ഇതൊക്കെ ഇതിന് കാരണമായിട്ട് ഈ രേഖകൾ പറയുന്നുണ്ട്. ശരി. ഇനി ദാരിദ്ര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി നോക്കാം. ലോകബാങ്കിന്റെ ഒരു നിർവചനം ഇതിൽ കൊടുത്തിട്ടുണ്ട്. വിശപ്പ്, വീടില്ലായ്മ, അസുഖം വന്നല്ലോ ഡോക്ടറെ കാണാൻ പറ്റാത്ത അവസ്ഥ, സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, ഭാവിയെക്കുറിച്ചുള്ള ഒരു പേടി, ഇതൊക്കെ ചേർന്നതാണ് ദാരിദ്ര്യം. വളരെ എന്താ പറയുക, ഗൗരവമുള്ള ഒരു നിർവചനമാണത്. അതെ, ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണത്. ഇതിൽ ഞെട്ടിക്കുന്നൊരു കണക്കും പറയുന്നുണ്ട്. ലോകത്തിലെ ആകെ ദരിദ്രരിൽ 1/3 ഇന്ത്യയിലാണത്രേ. ആ കണക്ക് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 30 വർഷം മുൻപ് ഇത് 1/5 എന്നും പറയുന്നു. അപ്പോൾ ദാരിദ്ര്യം കുറയുന്നതിന് പകരം അതിന്റെ ആനുപാതികം കൂടുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം ഇത്ര രൂക്ഷമായി തുടരുന്നത് എന്നാണ് ഈ രേഖകൾ പറയുന്നത്. ഒരു കാരണം മാത്രമായിട്ട് പറയാൻ പറ്റില്ല. പല കാരണങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ അവസ്ഥയുണ്ടാകുന്നത്. ഒന്ന്, ജനസംഖ്യാ വർധനവ്. രാജ്യത്തിന്റെ വരുമാനം കൂടുന്നതിനേക്കാൾ വേഗത്തിൽ ജനസംഖ്യ കൂടുമ്പോൾ സ്വാഭാവികമായും ആളോഹരി വരുമാനം കുറയും. ശരി. പിന്നെ സാമ്പത്തിക വളർച്ചയുണ്ടായാലും അതിന്റെ ഗുണഫലങ്ങൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരിലേക്ക് എത്തുന്നില്ലെങ്കിൽ, അതായത് വരുമാനത്തിലെ അസമത്വം കൂടുകയാണെങ്കിൽ ദാരിദ്ര്യം കുറയില്ല. അതെ, വളർച്ച ചിലയിടങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. അതെ, വ്യാപകമായ തൊഴിലില്ലായ്മ മറ്റൊരു പ്രധാന കാരണമാണ്. പിന്നെ നമ്മുടെ കാർഷിക മേഖലയുടെ ഉൽപ്പാദനക്ഷമത പൊതുവെ കുറവാണ്. കാലാവസ്ഥയെ ആശ്രയിക്കുന്നത്, പഴയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. പണപ്പെരുപ്പവും ഒരു കാരണമായി പറയുന്നുണ്ടല്ലോ. തീർച്ചയായും. സാധനങ്ങളുടെ വില കൂടുമ്പോൾ സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ കയ്യിലുള്ള പണത്തിന്റെ മൂല്യം കുറയും, അവരുടെ വാങ്ങൽ ശേഷി കുറയും. അതും ദാരിദ്ര്യം കൂട്ടും. അതോടൊപ്പം ജാതി വ്യവസ്ഥ പോലുള്ള സാമൂഹിക ഘടകങ്ങളും ഇതിന് കാരണമാകുന്നതായി ഈ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശരി. അപ്പോൾ ദാരിദ്ര്യവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് തൊഴിലില്ലായ്മ. ജോലി ചെയ്യാൻ കഴിവും താൽപ്പര്യവും ഉണ്ടായിട്ടും യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കിട്ടാത്ത അവസ്ഥ. ഇന്ത്യയിലെ പ്രധാന പ്രശ്നം ഘടനാപരമായ തൊഴിലില്ലായ്മയാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതെ, അതായത് സമ്പദ്വ്യവസ്ഥയുടെ ഘടനയിലുള്ള പ്രശ്നം കാരണം ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല. മൂലധനത്തിന്റെ കുറവ് ഒരു പ്രധാന കാരണം. അതല്ലാതെ മറ്റു തരത്തിലുള്ള തൊഴിലില്ലായ്മയും ഈ രേഖകൾ പറയുന്നുണ്ടല്ലോ. ഉണ്ട്, പലതരത്തിലുണ്ട്. ഒന്ന്, കാർഷിക മേഖലയിൽ സാധാരണയായി കാണുന്ന സീസണൽ തൊഴിലില്ലായ്മ. അതായത് കൃഷിയുള്ള സമയത്ത് ജോലിയുണ്ടാകും, അല്ലാത്തപ്പോൾ ഉണ്ടായിരിക്കില്ല. ശരി. പിന്നെ പ്രച്ഛന്ന തൊഴിലില്ലായ്മ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അതായത് ഒരു ജോലി ചെയ്യാൻ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അവസ്ഥ. പുറമേന്ന് നോക്കുമ്പോൾ അവർക്ക് ജോലിയുണ്ട്, പക്ഷെ അവരുടെ അധ്വാനം ശരിക്കും ഉൽപ്പാദനത്തിന് ആവശ്യമില്ല. മനസ്സിലായി. പിന്നെ അർത്ഥതൊഴിലില്ലായ്മ, അണ്ടർ എംപ്ലോയ്മെന്റ്. അതായത് ഒരാൾക്ക് അയാളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ മുഴുവൻ സമയം ജോലി കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ശമ്പളം കിട്ടാതിരിക്കുക, ഇതൊക്കെ ഇതിൽ വരും. ശരി. ഇതിന്റെയൊക്കെ കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ? അതെ, ഒരുപാട് സാമ്യതകളുണ്ട്. ജനസംഖ്യാ വർധനവ്, ആവശ്യത്തിന് മൂലധനവും നിക്ഷേപവും ഇല്ലാത്തത്, വ്യവസായവൽക്കരണം വേണ്ടത്ര വേഗത്തിൽ നടക്കാത്തത്, പിന്നെ നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായങ്ങളൊക്കെ തകർന്നതും തൊഴിലില്ലായ്മ കൂട്ടാൻ കാരണമായി. ഈ പ്രശ്നം പരിഹരിക്കാൻ ദീർഘകാല പദ്ധതികളില്ലാത്തതും ഒരു കാരണമായി ഈ രേഖകളിൽ പറയുന്നു. ഇത് നമ്മളെ അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വരുമാനത്തിലെ അസമത്വം, അല്ലെങ്കിൽ ഇനീക്വാലിറ്റി. ഇന്ത്യയിൽ ഇത് വളരെ കൂടുതലാണെന്നും അത് വർഷം കഴിയുംതോറും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ രേഖകൾ വളരെ വ്യക്തമായി പറയുന്നു. അതെ, അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ചില കണക്കുകൾ നോക്കിയാലേ ശരിക്കും ഭയങ്കരമാണ്. 1990-കൾക്ക് ശേഷം ഏറ്റവും വരുമാനം കൂടിയ മുകളിലുള്ള 10% ആളുകളുടെ ദേശീയ വരുമാനത്തിലെ പങ്ക് വല്ലാതെ കൂടിയിട്ടുണ്ട്. 2019 കണക്ക് പ്രകാരം ദേശീയ വരുമാനത്തിന്റെ 56% കൂടുതലും കൈവശം വെച്ചിരിക്കുന്നത് ഈ ഏറ്റവും മുകളിലുള്ള 10% പേരാണ്. 56%.
അതേസമയം 1980കളിൽ ഇത് ഏകദേശം 30%. അപ്പോ എത്ര വലിയൊരു മാറ്റമാണ് വന്നതെന്ന് നോക്കൂ. ശരിയാണ്. അതേസമയം ഏറ്റവും താഴെയുള്ള 50% ആളുകളുടെ വരുമാനത്തിലെ പങ്ക് കുറഞ്ഞു വരികയുമാണ്. 2017 കണക്കിതിലുണ്ട്. രാജ്യത്ത് ആ വർഷമുണ്ടായ മൊത്തം പുതിയ സമ്പത്തിന്റെ 73% സ്വന്തമാക്കിയത് ഏറ്റവും ധനികരായ വെറും 1% ആളുകളാണ്. 73%, വെറും 1% ആളുകൾക്ക്. ഇത് വലിയൊരു അന്തരം തന്നെയാണ് കാണിക്കുന്നത്. എന്താണ് ഭീമമായ അന്തരത്തിന് പിന്നിലെ കാരണങ്ങളായിട്ട് ഈ രേഖകൾ പറയുന്നത്? ഒന്ന്, ഭൂമി പോലുള്ള ആസ്തികളുടെ വിതരണത്തിലുള്ള വലിയ അപാകത. പ്രത്യേകിച്ചും ഗ്രാമങ്ങളിൽ ഇത് വളരെ പ്രകടമാണ്. പിന്നെ സാമ്പത്തിക ശക്തി, അതായത് വലിയ ബിസിനസ്സുകളും വ്യവസായങ്ങളുമൊക്കെ ചില വൻകിട ഗ്രൂപ്പുകളുടെ കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത്. ശരി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ തൊഴിലില്ലായ്മയും കുറഞ്ഞ വരുമാനവും അസമത്വം കൂട്ടുന്നുണ്ട്. പണപ്പെരുപ്പം, സാധനങ്ങളുടെ വില കൂടുമ്പോൾ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ചിലപ്പോൾ ബിസിനസ്സുകാർക്കും മറ്റും ലാഭം കൂടാനത് കാരണമാകാം. അതും അന്തരം വർദ്ധിപ്പിക്കാം. നികുതി വെട്ടിപ്പും കള്ളപ്പണവുമോ? അതും ഇതിൽ പറയുന്നുണ്ട്. നികുതി കൃത്യമായി അടയ്ക്കാതിരിക്കുന്നതും കള്ളപ്പണ ഇടപാടുകളും ഈ അസമത്വം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സമ്പന്നർക്ക് നികുതി വെട്ടിക്കാനുള്ള വഴികൾ കൂടുതൽ എളുപ്പമാവാം. ശരിയാണ്. ഇനി നമുക്ക് സാമ്പത്തിക രംഗത്തെ സ്ഥാപനങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചും കുറച്ച് സംസാരിക്കാം. ഇന്ത്യയിൽ വളരെ വൈവിധ്യമാർന്ന ഒരു സാമ്പത്തിക ശൃംഖലയുണ്ട്. ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, NBFCs, പെൻഷൻ ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, അങ്ങനെയെല്ലാം. ഇതിൽ ഏറ്റവും പ്രധാനം ബാങ്കിംഗ് മേഖലയാണെന്നും പറയുന്നു. അതെ, മൊത്തം സാമ്പത്തിക ആസ്തിയുടെ ഒരു വലിയ പങ്കും ഏകദേശം 64% കൂടുതലും ബാങ്കിംഗ് മേഖലയുടെ കയ്യിലാണ്. ഉണ്ടോ? ഈ രേഖകൾ എന്താണ് പറയുന്നത്? സർക്കാരും റിസർവ് ബാങ്കും ചേർന്ന് ഈ മേഖലയെ കൂടുതൽ ഉദാരവൽക്കരിക്കാനും അതേസമയം നിയന്ത്രിക്കാനും കാര്യക്ഷമത കൂട്ടാനും ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ കിട്ടുന്നത് എളുപ്പമാക്കാൻ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമുകൾ കൊണ്ടുവന്നു. ഈടുവെക്കുന്നതിലെ വ്യവസ്ഥകളിൽ ചില ഇളവുകൾ വരുത്തി. മുദ്ര പോലുള്ള പദ്ധതികളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അതെ, മുദ്ര, മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫൈനാൻസ് ഏജൻസി ഒക്കെ ചെറിയ സംരംഭങ്ങൾക്ക്, മൈക്രോ യൂണിറ്റുകൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി തുടങ്ങിയതാണ്. ഇത്തരം പരിഷ്കാരങ്ങൾ ബാങ്കിംഗ് മേഖലയുടെ വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. 2024-25 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ബാങ്കിംഗ് ആസ്തികൾ $28.5 ട്രില്യൺ വരെ ആകുമെന്നാണ് ഒരു പ്രവചനം ഈ രേഖകളിൽ കാണുന്നത്. ഓക്കെ. ഇനി ബാഹ്യമേഖല അഥവാ വിദേശ വ്യാപാരത്തിന്റെ എക്സ്റ്റേണൽ സെക്ടറിന്റെ കാര്യം നോക്കാം. 1991 സാമ്പത്തിക ഉദാരവൽക്കരണത്തിനു മുൻപ് ഇന്ത്യ വലിയ തോതിൽ ഇറക്കുമതി തീരുവകളൊക്കെ ചുമത്തിയിരുന്ന ഒരു തരം അടഞ്ഞ സമ്പദ്വ്യവസ്ഥ, ക്ലോസ്ഡ് ഇക്കോണമി ആയിരുന്നല്ലോ. ശരാശരി 200% വരെയായിരുന്നു ഇറക്കുമതി തീരുവ എന്നും പറയുന്നു. ശരിയാണ്. പുറം ലോകവുമായി അധികം വ്യാപാര ബന്ധങ്ങളില്ലാത്ത ഒരു രീതിയായിരുന്നു അത്. അതിനുശേഷം എന്തു മാറ്റമാണ് വന്നത്? 1991 ആ പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ ഒരുപാട് മാറി. ഇറക്കുമതി തീരുവകൾ ഗണ്യമായി കുറച്ചു, മറ്റ് നിയന്ത്രണങ്ങളും എടുത്തുകഴിഞ്ഞു. ഇത് വിദേശ വ്യാപാരം വർദ്ധിക്കാൻ ഒരുപാട് സഹായിച്ചു. അത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഗുണം ചെയ്തോ? തീർച്ചയായും. വിദേശ വ്യാപാരം വർദ്ധിച്ചത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. പണ്ട് നമ്മൾ പ്രധാനമായും കയറ്റി അയച്ചിരുന്നത് ചായ, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ പോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ്. എന്നാൽ ഇന്ന് യന്ത്രങ്ങൾ, രാസവസ്തുക്കൾ, വാഹനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, പിന്നെ സോഫ്റ്റ്വെയർ സേവനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ സാമ്പത്തിക മേഖലയെക്കുറിച്ച് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണല്ലോ. 1935 സ്ഥാപിതമായി 1949 ദേശസാൽക്കരിച്ചു. എന്തൊക്കെയാണ് RBIയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങളെന്നാണ് ഈ രേഖകൾ പറയുന്നത്? RBI നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്കാണ്. അതിന്റെ പ്രധാന ചുമതലകൾ പലതാണ്. ഒന്ന്, കറൻസി നോട്ടുകൾ അടിച്ച് വിതരണം ചെയ്യാനുള്ള അധികാരം. ₹1 നോട്ട് ഒഴികെ ബാക്കിയെല്ലാം RBI ആണ് ഇറക്കുന്നത്. ശരി. പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കറായും സാമ്പത്തിക ഉപദേഷ്ടാവായും പ്രവർത്തിക്കുന്നു. മറ്റ് വാണിജ്യ ബാങ്കുകളുടെയെല്ലാം ബാങ്കാണ് RBI, ബാങ്കേഴ്സ് ബാങ്ക്.
ബാങ്കുകൾക്ക് പണത്തിനാവശ്യം വരുമ്പോൾ സമീപിക്കാവുന്ന അവസാനത്തെ ആശ്രയമാണ് RBI, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്തായിരിക്കും? ഒരു പക്ഷേ രാജ്യത്തെ പണത്തിന്റെ വിതരണം, മണി സപ്ലൈ നിയന്ത്രിച്ച് വിലക്കയറ്റം അഥവാ പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ പിടിച്ചു നിർത്തുക എന്നതാണ്. കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയും. വായ്പയുടെ അളവും പലിശ നിരക്കുമൊക്കെ നിയന്ത്രിച്ചാണിത് ചെയ്യുന്നത്. ഓക്കെ. അതോടൊപ്പം രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് സൂക്ഷിക്കുന്നതും രൂപയുടെ വിനിമയ നിരക്ക്, എക്സ്ചേഞ്ച് റേറ്റ് ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതും RBI ആണ്. പിന്നെ രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവയുടെയെല്ലാം പ്രവർത്തനം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതും RBIയുടെ ചുമതലയാണ്. അപ്പോ RBIയുടെ ഇപ്പോഴത്തെ പണനയം, മോണിറ്ററി പോളിസി എന്താണ് ലക്ഷ്യമിടുന്നത്? ഈ രേഖകൾ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിയന്ത്രിത വികാസം എന്നതാണ് RBIയുടെ ലക്ഷ്യമായി ഈ രേഖകൾ പറയുന്നത്. അതായത് സാമ്പത്തിക വളർച്ചയെ സഹായിക്കാൻ ആവശ്യമായ പണലഭ്യത ഉറപ്പാക്കണം, വായ്പകൾ ലഭ്യമാക്കണം. എന്നാൽ അതേസമയം അത് പണപ്പെരുപ്പം വല്ലാതെ കൂടാൻ കാരണമാകരുത്, വില സ്ഥിരതയും ഉറപ്പാക്കണം. അതൊരു ബാലൻസിംഗ് ആക്ടാണ് അല്ലേ? അതെ, വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒന്നാണ്. പലിശ നിരക്കുകൾ ക്രമീകരിച്ചും പിന്നെ LAF, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി, OMO, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, MSS, മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം പോലുള്ള പല ഉപാധികൾ ഉപയോഗിച്ചും RBI പണത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഈ നയം വിജയകരമാണോ? പ്രത്യേകിച്ചും ആഗോള സാമ്പത്തിക പ്രതിസന്ധി പോലുള്ള സമയങ്ങളിൽ പോലും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത വലിയ കുഴപ്പമില്ലാതെ നിലനിർത്താൻ RBIയുടെ ഇടപെടലുകൾ സഹായിച്ചിട്ടുണ്ട്. പലിശ നിരക്കും വിനിമയ നിരക്കുമൊക്കെ വലിയ ചാഞ്ചാട്ടങ്ങളില്ലാതെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഉൾക്കൊള്ളലിനെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അതെ, സാമ്പത്തിക സേവനങ്ങൾ, അതായത് ബാങ്കിംഗ്, വായ്പ, ഇൻഷുറൻസ് പോലുള്ളവ സമൂഹത്തിലെ എല്ലാവരിലേക്കും, പ്രത്യേകിച്ചും പാവപ്പെട്ടവരിലേക്കും ഗ്രാമീണരിലേക്കും എത്തിക്കാൻ RBI ശ്രമിക്കുന്നുണ്ട്. മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സ്വയം സഹായ സംഘങ്ങൾക്ക് SHGsന് ബാങ്ക് വായ്പ ലഭ്യമാക്കുക തുടങ്ങിയ നടപടികൾ ഇതിന്റെ ഭാഗമാണ്. ഇതെല്ലാം GDP വളർച്ചയ്ക്കും സഹായിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം ഏകദേശം $487 ബില്യൺ എന്ന ശക്തമായ നിലയിലാണെന്നും ഈ രേഖകൾ പറയുന്നു. അടുത്തതായിട്ട് നമുക്ക് ബഹുരാഷ്ട്ര കമ്പനികളും വിദേശ നിക്ഷേപവും, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന വിഷയത്തിലേക്ക് വരാം. ഒന്നിലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുകയും നിക്ഷേപം നടത്തുകയും ചെയ്യുന്ന വലിയ കമ്പനികളാണല്ലോ MNCകൾ. അതെ, 1991 പുതിയ വ്യവസായ നയത്തിനു ശേഷം വിദേശ മൂലധനം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുമുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നേട്ടങ്ങളായിട്ട് ഈ രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത്? പ്രധാന നേട്ടങ്ങൾ പലതാണ്. ഒന്ന്, ഇത് കടബാധ്യതയില്ലാത്ത മൂലധനമാണ്, നോൺ ഡെറ്റ് ക്യാപിറ്റൽ. അതായത് വായ്പ എടുക്കുന്നത് പോലെയല്ല, ഇത് നേരിട്ടുള്ള നിക്ഷേപമാണ്. ഇത് രാജ്യത്തേക്ക് വിദേശ നാണ്യം കൊണ്ടുവരുന്നു. ഓക്കെ. 2, MNCകൾ സാധാരണയായി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും മാനേജ്മെന്റ് രീതികളും കൊണ്ടുവരും. ഇത് നമ്മുടെ തദ്ദേശീയ വ്യവസായങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ശരി. അവർക്ക് ലോകമെമ്പാടും നെറ്റ്വർക്കുകൾ ഉള്ളതുകൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ എക്സ്പോർട്ട് പ്രൊമോഷൻ ഇത് സഹായിക്കും. പുതിയ വിപണികൾ കണ്ടെത്താൻ സഹായിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിലോ? അതെ, ഊർജം, വാർത്താവിനിമയം, ഗതാഗതം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ അവർ വലിയ നിക്ഷേപം നടത്താൻ സാധ്യതയുണ്ട്. അതുപോലെ ഖനനം പോലുള്ള റിസ്ക് കൂടുതലുള്ള പുതിയ സംരംഭങ്ങളിൽ നിക്ഷേപം നടത്താനും അവർ തയ്യാറായേക്കാം. ശരി. അപ്പൊ ഇതൊക്കെയാണ് പ്രധാന ഗുണങ്ങൾ. എന്നാൽ ഈ നാണയത്തിൽ ഒരു മറുവശം കൂടിയുണ്ട്. എന്തൊക്കെയാണ് പ്രധാന ദോഷങ്ങളായിട്ട് ഈ രേഖകളിൽ പറയുന്നത്? ഒന്ന്, തദ്ദേശീയമായ വ്യവസായങ്ങൾക്ക്, പ്രത്യേകിച്ചും ചെറുകിട വ്യവസായങ്ങൾക്ക് ഈ വലിയ MNCകളുമായി മത്സരിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്നു വരില്ല. പലതും അടച്ചുപൂട്ടേണ്ടി വന്നേക്കാം. അത് ശരിയാണ്. 2, MNCകൾ പലപ്പോഴും ഉൽപ്പാദിപ്പിക്കുന്നത് സാധാരണക്കാർക്ക് അത്ര ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ആഡംബര വസ്തുക്കളായിരിക്കാം. ഇനെസെൻഷ്യൽ കൺസംഷൻ, സമൂഹത്തിലെ വരുമാനം കൂടിയവരെ ലക്ഷ്യം വെച്ചുള്ള ഉൽപ്പന്നങ്ങൾ. സാങ്കേതികവിദ്യയുടെ കാര്യത്തിലും ഒരു വിമർശനമുണ്ടല്ലോ. ഉണ്ട്. ചിലപ്പോൾ അവർ കൊണ്ടുവരുന്നത് അവരുടെ രാജ്യങ്ങളിൽ കാലഹരണപ്പെട്ടതോ അല്ലെങ്കിൽ അത്ര പുതിയതല്ലാത്തതോ ആയ സാങ്കേതിക വിദ്യയായിരിക്കാം എന്നൊരു ആക്ഷേപം നിലവിലുണ്ട്. ലാഭം പുറത്തേക്ക് കൊണ്ടുപോകുന്നതോ? അതൊരു പ്രധാന പ്രശ്നമാണ്.
അവരിവിടെ ഉണ്ടാക്കുന്ന ഭീമമായ ലാഭം അവരുടെ മാതൃരാജ്യത്തേക്ക് കൊണ്ടുപോകുമ്പോൾ റിപ്പാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് അത് നമ്മുടെ വിദേശ നാണ്യശേഖരത്തിൽ കുറവുണ്ടാക്കാം. നികുതി വെട്ടിപ്പിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതെ, ട്രാൻസ്ഫർ പ്രൈസിംഗ് പോലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് ലാഭം കുറച്ചു കാണിച്ച് നികുതി വെട്ടിക്കാൻ ശ്രമിച്ചേക്കാം. അതായത് ഒരു രാജ്യത്തുള്ള അവരുടെ തന്നെ മറ്റൊരു കമ്പനിക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വിറ്റതായി കാണിച്ച് ലാഭം കുറഞ്ഞ രാജ്യങ്ങളിൽ നികുതി കുറയ്ക്കുക. പിന്നെ ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യം, ഈ വലിയ കമ്പനികൾക്ക് അവർ പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ ഹോസ്റ്റ് കൺട്രി ആഭ്യന്തര നയങ്ങളിൽ പോലും ഇടപെടാനും സമ്മർദ്ദം ചെലുത്താനും കഴിഞ്ഞേക്കാതെന്നതാണ്. അത് രാജ്യത്തിന്റെ പരമാധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറാം. ലോസ് ഓഫ് സോവറിനിറ്റി. ശരിയാണ്. ഇനി നമുക്ക് ലോക വ്യാപാര സംഘടനയും WTOയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നോക്കാം. അന്താരാഷ്ട്ര വ്യാപാരം എളുപ്പമാക്കാനും അതിലെ തർക്കങ്ങൾ പരിഹരിക്കാനും വേണ്ടി 1995 ജാനുവരി 1 നിലവിൽ വന്നൊരു സംഘടനയാണല്ലോ WTO. ഇന്ത്യ ഇതിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ്. അതെ. അപ്പോ ഈ WTOയിൽ അംഗമായതുകൊണ്ട് ഇന്ത്യക്ക് ഗുണമുണ്ടായോ അതോ ദോഷമുണ്ടായോ? എന്താണ് ഈ രേഖകൾ പറയുന്നത്? രണ്ടും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ രേഖകൾ സൂചിപ്പിക്കുന്നത്. ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വ്യാപാരത്തിനുള്ള തടസ്സങ്ങൾ, അതായത് ഇറക്കുമതി തീരുവകൾ, ടാരിഫ്സ്, അളവിലുള്ള നിയന്ത്രണങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ WTO കരാറുകൾ സഹായിച്ചു. ഇത് ഇന്ത്യൻ കമ്പനികൾക്ക് വിദേശ വിപണികളിൽ മത്സരിക്കാൻ കൂടുതൽ അവസരം നൽകി. കയറ്റുമതി കൂടിയോ? കയറ്റുമതി വർദ്ധിക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സേവന വ്യാപാരം സംബന്ധിച്ച കരാർ GATS, ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്, ഇന്ത്യക്ക് വളരെ ഗുണകരമായി. നമ്മുടെ സോഫ്റ്റ്വെയർ, IT സേവനങ്ങളുടെ കയറ്റുമതി വലിയ തോതിൽ വർദ്ധിച്ചു. 1995 ഏകദേശം $5 ബില്യൺ ആയിരുന്നത് 2009-10 ആവുമ്പോഴേക്കും $96 ബില്യൺ വർദ്ധിച്ചു എന്ന് ഈ രേഖയിൽ പറയുന്നു. വലിയ വർധനമാണല്ലോ. അതെ. പിന്നെ WTO വ്യവസ്ഥകൾ പാലിക്കുന്നത് രാജ്യത്തേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപം FDIയെ ആകർഷിക്കാനും ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. ശരി. എന്നാൽ ദോഷവശങ്ങളെക്കുറിച്ചും ഈ രേഖകൾ ശക്തമായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ബൗദ്ധിക സ്വത്തവകാശം സംബന്ധിച്ച ട്രിപ്സ് കരാറിനെക്കുറിച്ച്. അതെ, ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കരാർ, പ്രധാനമായും വികസിത രാജ്യങ്ങൾക്കും പേറ്റന്റുകളുള്ള വലിയ ബഹുരാഷ്ട്ര കമ്പനികൾക്കുമാണ് കൂടുതൽ ഗുണകരമെന്നൊരു വ്യാപകമായ വിമർശനമുണ്ട്. അത് ഇന്ത്യയെ എങ്ങനെയാണ് ബാധിച്ചത്? പ്രധാനമായും ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയെയാണ് ഇത് പ്രതികൂലമായി ബാധിച്ചത്. പേറ്റന്റ് നിയമങ്ങൾ കർശനമാക്കിയത് കാരണം പുതിയ മരുന്നുകൾക്ക് വില കൂടാനും വില കുറഞ്ഞ ജനറിക് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇന്ത്യയുടെ കഴിവിനെ അത് ബാധിക്കാനും സാധ്യതയുണ്ടായി. കാർഷിക മേഖലയിലോ? കാർഷിക മേഖലയിലും ആശങ്കകളുണ്ട്. വിത്തിനങ്ങളുടെ പേറ്റന്റിംഗ് പോലുള്ള കാര്യങ്ങൾ കർഷകരെ പ്രതികൂലമായി ബാധിച്ചേക്കാം. മറ്റ് കരാറുകളോ? ട്രിംസ്, ഗാറ്റ്സ്. ട്രിംസ് കരാർ പ്രകാരം വിദേശ നിക്ഷേപത്തെ തദ്ദേശീയ നിക്ഷേപം പോലെ തന്നെ പരിഗണിക്കണം, അവർക്ക് പ്രത്യേക നിബന്ധനകൾ വെക്കാൻ പാടില്ല എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തിന് ചിലപ്പോൾ തടസ്സമായേക്കാം. അതുപോലെ ഗാറ്റ്സ് കരാർ പ്രകാരം ബാങ്കിംഗ്, ടെലികോം, ഇൻഷുറൻസ് പോലുള്ള പ്രധാനപ്പെട്ട സേവന മേഖലകൾ വിദേശ കമ്പനികൾക്കായി തുറന്നുകൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ തദ്ദേശീയ കമ്പനികൾക്ക് വലിയ ഭീഷണിയാകാം എന്നും ഈ രേഖകൾ പറയുന്നു. താരിഫ് ഇതര തടസ്സങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അതെ, ചിലപ്പോൾ രാജ്യങ്ങൾ ഇറക്കുമതി തീരുവ കുറയ്ക്കുമെങ്കിലും മറ്റു രീതിയിലുള്ള തടസ്സങ്ങൾ, നോൺ ടാരിഫ് ബാരിയേഴ്സ്, ഉദാഹരണത്തിന് വളരെ കർശനമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഏർപ്പെടുത്തി ഇറക്കുമതി തടയാൻ ശ്രമിക്കാം. ഇതും ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിച്ചിട്ടുണ്ട്. ശരി. അവസാനമായി നമുക്ക് അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ഒരു മൊത്തത്തിലുള്ള കണക്കായ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് BOP എന്നതിനെക്കുറിച്ച് നോക്കാം. എന്താണ് ഈ BOP എന്ന് വളരെ ലളിതമായിട്ടൊന്ന് പറയാമോ? പറയാം. ഒരു നിശ്ചിത കാലയളവിൽ, സാധാരണയായി 1 വർഷം, ഒരു രാഷ്ട്രത്തെ താമസക്കാരും മറ്റ് ലോകരാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ഒരു രേഖയാണ്, ഒരു സ്റ്റേറ്റ്മെന്റാണ് BOP. എല്ലാ ഇടപാടുകളും? അതെ. അതിൽ സാധനങ്ങളുടെ കയറ്റുമതി, ഇറക്കുമതി വരും. അതാണ് വ്യാപാര ബാലൻസ്. ട്രേഡ് ബാലൻസ്.
സേവനങ്ങളുടെ കയറ്റുമതി ഇറക്കുമതി വരും. പിന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിലേക്ക് അയക്കുന്ന പണം, റെമിറ്റൻസസ്, വിദേശ സഹായം, രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്ന നിക്ഷേപങ്ങൾ, FDI പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, വായ്പകൾ, ഇങ്ങനെ എല്ലാ അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളും ഈ കണക്കിൽ വരും. 1990-91 കാലത്ത് ഇന്ത്യ ഒരു വലിയ BOP പ്രതിസന്ധി നേരിട്ടിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഇറക്കുമതിക്ക് ആവശ്യമായ പണം പോലും ഇല്ലാത്ത ഒരു സ്ഥിതി വന്നു. ആ പ്രതിസന്ധിയാണ് 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ഒരു പ്രധാന കാരണം. എന്നാൽ ആ പരിഷ്കാരങ്ങൾക്ക് ശേഷം സ്ഥിതി മെച്ചപ്പെട്ടു എന്നും ഈ രേഖകൾ പറയുന്നു. ഇതിലെ സമീപകാല കണക്കുകൾ, ഉദാഹരണത്തിന് 2010-11 കണക്കുകൾ വെച്ച് എന്താണ് സ്ഥിതി? ആ സമയത്തെ കണക്കുകൾ അനുസരിച്ച് BOPയുടെ 2 പ്രധാന ഭാഗങ്ങളുണ്ട്: കറന്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. കറന്റ് അക്കൗണ്ടിൽ പ്രധാനമായും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വ്യാപാരമാണ് വരുന്നത്. ആ വർഷം കറന്റ് അക്കൗണ്ടിൽ ഒരു കമ്മിയുണ്ടായിരുന്നു. അതായത് ഇറക്കുമതി വരുമാനം കയറ്റുമതി വരുമാനത്തേക്കാൾ കൂടുതലായിരുന്നു. ഏകദേശം $45.9 ബില്യൺ കമ്മി. ഓ, അത് മോശമല്ലേ? ഭാഗത്ത് വലിയൊരു മിച്ചമുണ്ടായിരുന്നു, ഏകദേശം $62.0 ബില്യൺ. അപ്പോൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലെ മിച്ചം കറന്റ് അക്കൗണ്ടിലെ കമ്മിയേക്കാൾ കൂടുതലായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ BOPയിലെ ഒരു മിച്ചമുണ്ടായി. ഇത് രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം വർദ്ധിക്കാൻ സഹായിച്ചു. അപ്പോ മൂലധനത്തിന്റെ വരവാണ് നമ്മളെ രക്ഷിച്ചത്. ഒരു തരത്തിലതെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മൂലധന വരവിൽ തന്നെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം FDI ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന പോർട്ട്ഫോളിയോ നിക്ഷേപത്തേക്കാൾ കൂടുതൽ അഭികാമ്യമെന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. കാരണം FDI കുറച്ചുകൂടി സ്ഥിരതയുള്ളതാണ്, ദീർഘകാലത്തേക്കുള്ളതാണ്. പോർട്ട്ഫോളിയോ നിക്ഷേപം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. ശരിയാണ്. എന്തുകൊണ്ടാണ് 1991 ശേഷം ഈ BOP സ്ഥിതി മെച്ചപ്പെടാൻ കാരണം? പ്രധാനമായും വർദ്ധിച്ചുവരുന്ന FDI, പിന്നെ പോർട്ട്ഫോളിയോ നിക്ഷേപം, വിദേശ ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയക്കുന്ന പണം, പ്രൈവറ്റ് ട്രാൻസ്ഫേഴ്സ്, സേവന കയറ്റുമതിയിലുണ്ടായ വലിയ വളർച്ച, പ്രത്യേകിച്ചും IT മേഖലയിൽ. ഇതൊക്കെയാണ് BOP സ്ഥിതി മെച്ചപ്പെടാൻ കാരണം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശ വ്യാപാര നയത്തിന്റെ ഫോറിൻ ട്രേഡ് പോളിസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂട്ടുക, ആഗോള വിപണിയിലെ അവസരങ്ങൾ പരമാവധി മുതലാക്കുക, വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കളും യന്ത്രസാമഗ്രികളുമൊക്കെ എളുപ്പത്തിൽ ലഭ്യമാക്കുക, അതുവഴി സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച നേടുക. ഇതൊക്കെയാണ് ലക്ഷ്യങ്ങൾ. വ്യാപാരം ചെയ്യാനുള്ള ചെലവുകൾ കുറയ്ക്കുക, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും മത്സരക്ഷമത, കോമ്പറ്റീറ്റീവ്നെസ് ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇതിനായി കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനുള്ള MEIS, SCIS പോലുള്ള പുതിയ പദ്ധതികളും സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഈ രേഖകളിലൂടെയെല്ലാം കടന്നുപോയപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഇന്ത്യയുടെ സാമ്പത്തിക വികസന യാത്ര എന്നത് വളരെ സങ്കീർണമായ ഒന്നാണ്. ഒരേ സമയം പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളുണ്ട്, എന്നാൽ വലിയ വെല്ലുവിളികളും മുന്നിലുണ്ട്. ശരിയാണ്. സാമ്പത്തിക വളർച്ച നേടുന്നുണ്ട് എന്നത് ഒരു വശം. പക്ഷെ മറുവശത്ത് ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പിന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന അസമത്വം, ഇവയൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. അതെ. ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവുമൊക്കെ ഒരുപാട് അവസരങ്ങൾ തുറന്നു തന്നപ്പോൾ തന്നെ MNCകളുടെയും WTO പോലുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെയും സ്വാധീനം ഗുണങ്ങളും ദോഷങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായും. RBI പോലുള്ള സ്ഥാപനങ്ങൾ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഒരേ സമയം നടക്കുന്നു. അതെ. ഈ രേഖകൾ ശരിക്കും ഓർമ്മിപ്പിക്കുന്നത് വികസനമെന്നത് കേവലം GDP കണക്കുകൾ മാത്രം നോക്കി അളക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ്. അത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും പാരിസ്ഥിതികവുമായ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ എടുക്കുന്ന നയപരമായ തീരുമാനങ്ങൾ, ആഗോളതലത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മുടെ സാമൂഹിക ഘടനകൾ, ഇതെല്ലാം ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ശരിയാണ്. അപ്പോ നിങ്ങൾക്കായി ഒരു ചിന്ത. ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ വെച്ചു നോക്കുമ്പോൾ, ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ ഒരേ സമയം സാമ്പത്തിക വളർച്ച നേടാൻ ശ്രമിക്കുന്നു, അതേസമയം സാമൂഹിക നീതി ഉറപ്പാക്കണം, അതായത് അസമത്വം കുറയ്ക്കണം, അതോടൊപ്പം ലോക വിപണിയുമായി കൂടുതൽ സംയോജിക്കുകയും വേണം, ഗ്ലോബൽ ഇൻ്റഗ്രേഷൻ. ഈ 3 ലക്ഷ്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ചില സമ്മർദ്ദങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലേ? സാധ്യതയുണ്ട്. വളർച്ചയ്ക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അസമത്വം കൂടും, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷം വരും. സാമൂഹിക നീതിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ചിലപ്പോൾ വളർച്ചയുടെ വേഗത കുറഞ്ഞേക്കാം.
ആഗോള വിപണിയുമായി ചേരുമ്പോൾ തദ്ദേശീയ വ്യവസായങ്ങൾക്ക് ഭീഷണിയുണ്ടാകാം. അപ്പോൾ ഈയൊരു സ്വാഭാവിക സംഘർഷത്തെ, ഈ വെല്ലുവിളിയെ എങ്ങനെയാണൊരു രാജ്യം ഫലപ്രദമായി കൈകാര്യം ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാവുന്നതാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത തവണ കാണാം.